blessings. Hallelujah. Hi, praise the Lord. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനം ഉണ്ടാകട്ടെ. once again നമ്മൾ ദൈവരാജ്യ സംബന്ധമായ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം ചിന്തിക്കുകയാണ്. ദയവായിട്ട് നിങ്ങൾ ഈ മെസ്സേജിൻ്റെ ആദിയോട് അന്തം ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കും. ഈ ലൈവിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരോടുള്ള പ്രത്യേക സ്നേഹവും ക്രിസ്തുവിലുള്ള വന്ദനവും അറിയിക്കുന്നു. ദൈവരാജ്യത്തെ സംബന്ധിച്ച ധാരാളം വിഷയങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരികയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്ന വിഷയം ഹായ് രഞ്ജിത്തെ കോതമംഗലത്തുള്ള എല്ലാവർക്കും വന്ദനം. നിങ്ങൾ ഈ ക്ലാസ്സുകളെ ശ്രദ്ധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, വളരെ ബിബ്ലിക്കലായിട്ടുള്ള ഒരു ഒറിജിനൽ ട്രൂത്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്ദേശം, അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങൾ, ആദിമസഭയുടെ സന്ദേശങ്ങൾ, ഇവയെല്ലാം കൂടെ കോർത്തിണക്കിയാണ് നമ്മൾ പരമാർത്ഥമായ യാഥാർത്ഥ്യങ്ങൾ ദൈവമക്കളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദ 7 ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ 7 മൗണ്ടൻസ് ഓഫ് ഇൻഫ്ലുവൻസ്. ഈ ലോകത്തെ സ്വാധീനിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 7 പ്രധാനപ്പെട്ട മൗണ്ടൻസാണ് നമ്മൾ ധ്യാനിച്ചു വരുന്നത്. കാരണം ഞാനിത് എടുക്കാനുള്ളൊരു കാരണം, യെശയ്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: സകല പർവ്വതങ്ങളിലും, ഓൾ ദ മൗണ്ടൻസിൻ്റെ അബവ്, മുകളിൽ ദൈവത്തിൻ്റെ സിയോൻ പർവ്വതം എത്തും, അല്ലെങ്കിൽ ദൈവം എല്ലാ പർവ്വതങ്ങളുടെ മീതെ സിംഹാസനസ്ഥനാകും എന്ന യാഥാർത്ഥ്യം. നമ്മൾ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ പഠിക്കുകയാണ്. ഇത് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം വളരെ പ്രയോജനമുള്ളൊരു വിഷയമാണ്. പൊതുവായിട്ട് ക്രൈസ്തവ ലോകത്ത് കൂടുതൽ പ്രസംഗിക്കാത്ത ഒരു തിയോളജി, എസ്പെഷ്യലി ഒരു റിലീജിയസ് സെക്റ്റിൽ അല്ലെങ്കിൽ റിലീജിയസ് ഗ്രൂപ്പിനകത്ത് ഡിസ്കസ് ചെയ്യാത്ത ഒരു വിഷയമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഞാൻ അല്പം കൂടെ റിസ്ക് എടുത്ത് പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട ട്രൂത്തുകളിൽ ഒന്നാണ് ദൈവരാജ്യത്തെ സംബന്ധിച്ച്, എസ്പെഷ്യലി ക്രിസ്തീയ സമൂഹം ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ദൈവരാജ്യത്തെക്കുറിച്ച്, പക്ഷേ ഏറ്റവും കുറച്ച് പ്രസംഗിക്കപ്പെടുന്നതും ദൈവരാജ്യമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ 7 മൗണ്ടൻസിനകത്തെ പ്രധാനപ്പെട്ട ഒരു മൗണ്ടനാണ്. ഞാൻ ഈ 7 മൗണ്ടൻസിനെ 7 പ്രധാന ജാതികളായിട്ടാണ് കണക്ട് ചെയ്താണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൻ്റെ ആ 1-ാമത്തെ വാക്യത്തിനെ നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത് 7 ജാതികൾ. അതായത് ഇങ്ങനെയാണ്: നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ കടത്തുകയും നിന്നേക്കാൾ പെരുപ്പവും ബലവും ഉള്ള ജാതികളായ ഹിത്യർ, ഗിർഹശ്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നീ 7 മഹാജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ഈ ഒരു വിഷയമാണ്. അതായത് 7 ജാതികളെ, നമുക്കറിയാം കനാനിലെ 7 പ്രധാനപ്പെട്ട പർവ്വതങ്ങളിൽ, ഏറ്റവും പ്രധാനപ്പെട്ട 7 പർവ്വതങ്ങളിൽ സ്ഥാനമുറപ്പിച്ച് നിൽക്കുന്ന ബഹുജാതികളാണ്. അവരെക്കുറിച്ച് ബൈബിൾ പറഞ്ഞേക്കുന്നത് തന്നെ നോക്കി, ദൈവമാണ് പറയുന്നത്, സർവശക്തിയുള്ള ദൈവം പറയാം: നിന്നേക്കാൾ പെരുപ്പവും, നിന്നേക്കാൾ ആൾബലവും, നിന്നേക്കാൾ ബലവുമുള്ള ജാതികൾ. അപ്പം ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ നോക്കിയിട്ട് ദൈവം പറയാ, നോക്ക്, നിങ്ങൾ പോകുന്ന ജനം ബലഹീനരും കഴിവില്ലാത്തവരും ഒന്നുമല്ല, ഒരു വലിയ ബലമുള്ളവരാണ്, എണ്ണത്തിൽ പെരുപ്പമുള്ളവരാണ്. ധാരാളം, അതായത് ഇങ്ങനെ എന്താ പറയേണ്ടത്, എണ്ണത്തിലും അവർ
വലിയ ജാതിയാണ്, ശക്തിയിലും അവർ വലിയ ജാതിയാണ്. അപ്പോൾ ഇങ്ങനെ വലിയൊരു ജാതി ഉള്ള 7 ജാതികളുള്ള ഒരു സ്ഥലത്തെയാണ് നിങ്ങൾ കൈവശപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ കനാൻ ദേശം എന്ന് പറയുന്നത് സ്വർഗരാജ്യമല്ല എന്ന് ഞാൻ, അല്ലെങ്കിൽ സ്വർഗമല്ല എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒത്തിരി തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വിഷയം, ഒരുപാട് അസത്യങ്ങൾ നമ്മുടെ ലോകത്ത് പ്രസംഗിക്കപ്പെടുന്നതിനകത്തൊരു എന്തു പറയുന്നത്, ഒരു എല്ലാവരും പ്രസംഗിക്കുന്ന ഒരു കള്ളമാണ് ഈ കനാൻ ദേശം സ്വർഗമാണെന്നുള്ള ചിന്ത. പക്ഷെ കനാൻ ദേശം സ്വർഗമല്ല. കനാൻ ദേശം സ്വർഗരാജ്യത്തിൻ്റെ പിക്ചറാണ്. പാലും തേനും ഒഴുകുന്ന ഒരു ദേശം, സ്വർഗരാജ്യത്തിൻ്റെ പിക്ചർ. ആ പിക്ചർ അവിടെയാണ് 7 മഹാജാതികൾ. ആ ജാതികളെ കീഴടക്കിയിട്ട് വേണം ഈ രാജ്യത്തെ നിങ്ങൾ ഡോമിനേറ്റ് ചെയ്യുക. ഇപ്പോൾ കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ബേസ്, മരിച്ച ശേഷം നമ്മൾ പോകുന്ന നമ്മുടെ വാക്തത്വ ദേശവും ഒന്നുമല്ല. ആ ചിന്തകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് മതത്തിൻ്റെ ചിന്തകളിൽ നിന്ന് ഒരു ജനറേഷനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള വലിയൊരു എഫർട്ടായത്. ഇതിനെ ഒത്തിരി ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യക്തിപരമായിട്ട് ധാരാളം ആളുകൾ അവരുടെ പ്രോത്സാഹനങ്ങൾ, അവരുടെ സജഷൻസുകൾ വളരെ കൃത്യമായിട്ട് ലഭിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേർക്ക് ഇത് അനുഗ്രഹമാകുന്നു എന്നതിലും വലിയ സന്തോഷം. എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം പഠിപ്പിച്ച് തുടങ്ങിയ നാൾ മുതൽ റാഡിക്കലായിട്ടുള്ള ചേഞ്ചസ് വ്യക്തികളിൽ സംഭവിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം റിലീജിയനിൽ നിന്ന് ക്രിസ്ത്യാനിത്വത്തെ സ്വതന്ത്രമാക്കാൻ പറ്റുന്നെങ്കിൽ അതൊരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റാണ്. കാരണം നമുക്ക് നേടാൻ പറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും ദൈവരാജ്യത്തെ ഭൂമിയിൽ ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ കോൺഷ്യസിൽ ഇതൊന്ന് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ 7 ജാതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജാതി ഹിത്യർ, ഗിർഹശ്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിബ്യർ, യബൂസ്യർ. ഞാൻ ഇതിനകത്ത് മതം എന്ന വിഷയത്തെ ആദ്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. റിലീജിയൻ കൊണ്ടുവന്ന് രണ്ടാമത്തത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത് ഫാമിലി. അതായത് ആദ്യത്തെ മൗണ്ടൻ എന്ന് പറഞ്ഞാൽ മതമാണ്. ഞാൻ വീണ്ടും പറയാം, ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ക്രിസ്തീയ സമൂഹം ഒരു മതമായി മാറിയതാണ്. നമ്മൾ വളരെ വേഗത്തിൽ തന്നെ നമ്മൾ പുറത്ത് വന്നേ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ ഈ റിലീജിയനിൽ നിന്ന് വെളിയിൽ വന്നേ പറ്റും. നമ്മുടെ റിലീജിയൻ ആയതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ വൈരുദ്ധ്യങ്ങൾ, വിരോധങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആളുകളെ കുറ്റം പറയുന്നതെല്ലാം നമ്മൾ മതമായതുകൊണ്ടാണ്. നമ്മൾ ദൈവരാജ്യം എന്ന ഒറ്റ മോട്ടീവിൽ വന്നിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ഇടയിൽ കർത്താവ് ഉദ്ദേശിച്ച ആ സ്നേഹവും ഐക്യതയും ഒക്കെ ഉണ്ടായേനെ. അത് കൊണ്ടുവരും, ദൈവം കർത്താവ് ചെയ്യും. കാരണം ദൈവരാജ്യം ഒരിക്കലും അവസാനിക്കത്തില്ല, അത് എന്നേക്കുമുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഫാമിലി എന്ന വിഷയം. ആ ഫാമിലി എന്ന വിഷയത്തെ ഇന്നലെ ഞാൻ പറഞ്ഞു, വീണ്ടും അടുത്ത ഈ സീരീസ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്നത് കിങ്ഡം ഫാമിലി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പഠനം. ഒരുപക്ഷെ ഒരു ഓൺലൈനിൽ ആരും പ്രസംഗിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഇതിനകത്ത് ഒരു ജാതിയെ എടുക്കുകയാണ്. അത് കനാന്യർ എന്ന ജാതിയാണ്. കനാന്യർ എന്ന ജാതി. അപ്പം കനാന്യർ എന്ന് പറഞ്ഞാൽ ട്രേഡേഴ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അവർ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് കനാന്യർ. ആ വേർഡിൻ്റെ അർത്ഥം തന്നെ ബിസിനസ് പീപ്പിൾ അല്ലെങ്കിൽ ട്രേഡേഴ്സ് എന്നാണ്, ട്രേഡ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം ട്രാഫിക്കേഴ്സ് എന്നൊക്കെ പറയാം. അതായത് ട്രേഡ് ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന, കച്ചവടം നടത്തുന്ന ആളുകളാണ് കനാനൈറ്റ്സ്. അപ്പം ഈ മൗണ്ടൻസിനെയാണ് നമ്മളിനി ഡോമിനേറ്റ് ചെയ്യേണ്ടത്. ഇതിനകത്തിരിക്കുന്ന ബിസിനസ് പീപ്പിൾ, ഞാനൊരു ബിസിനസ് മാൻ അല്ല. ഒരു അർത്ഥത്തിൽ, ഒരു പോയിന്റിൽ എനിക്ക് ഇത് പറയാനുള്ള യോഗ്യതയില്ല. കാരണം ഞാനൊരു ബിസിനസ് ആളായിരുന്നെങ്കിൽ കുറച്ചും കൂടി എനിക്ക് പറയാമായിരുന്നു. പക്ഷെ ഞാൻ അതിന് കർത്താവിൻ്റെ അഭിഷേകത്തിലും ദൈവനിയോഗത്തിലും കർത്താവ് ഏൽപ്പിച്ച ആ ഒരു കഴിവിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ചില കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള യോഗ്യത ഉണ്ടാകത്തില്ല. കാരണം ഒരു ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഞാൻ ഈ സീറ്റിൽ ഇരിക്കുമ്പോൾ ഒരു ബിസിനസ് മാൻ ആയിട്ടിരിക്കണമായിരുന്നു. അങ്ങനെ പക്ഷെ ഒരു ടീച്ചർ എന്ന നിലയിൽ ഐ ക്യാൻ ടീച്ച് യു, ഐ ക്യാൻ റിവീൽ ദ ഹാർട്ട് ഓഫ് ഗോഡ്. സോ ആസ് എ മാൻ ഓഫ് ഗോഡ് ദൈവം എനിക്ക് നൽകിയ ഒരു അനോയിൻറ്റിങ്ങിൽ നിന്നുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ പോകും. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം, നമ്മൾ ക്രിസ്തീയ രാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം ഡോമിനേറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയുണ്ട്. അത്
വർക്കിംഗ് പ്ലേസ് ആണ്. അതായത് വർക്കിംഗ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി മേഖല, ആ മേഖലയാണ് ദൈവരാജ്യം ഡോമിനേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് പറ്റിയ ഒരു അപജയം ആദ്യം ഞാൻ സൂചിപ്പിച്ചിട്ട് ഇതിൻ്റെ പ്രോഗ്രഷനിലേക്ക് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു ക്ലാസ്സിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ ലൈവിനെ കുറിച്ച് കംപ്ലൈൻ്റ് ഉള്ളത് മണിക്കൂറുകൾ പോകുന്നു, ഒരുപാട് മുമ്പോട്ട് അങ്ങനെ പോകുന്നുണ്ട്, മിക്കവാറും ആളുകളുടെയൊക്കെ ഡേറ്റ തീർന്നു പോകുന്നു എന്ന് പരാതിയുണ്ട്. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഹൃദയം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറയാനായിട്ട്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാതെ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു പോകും. നമ്മുടെ ക്രൈസ്തവ ലോകത്തിൽ പറ്റിയ ഏറ്റവും വലിയൊരു അപജയം, നമ്മുടെ ക്രൈസ്തവ ലോകത്തിൽ, ക്രിസ്തീയ ലോകത്തിൽ ഇന്ന് എസ്പെഷ്യലി 2 സ്ട്രീം ഓഫ് ഗോസ്പലാണ് പ്രസംഗിക്കപ്പെടുന്നത്. അതിനകത്ത് മെജോറിറ്റി ഓഫ് ദ ഗോസ്പൽ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗോസ്പലാണ്. വെസ്റ്റേൺ ഗോസ്പൽ, ഇത് ഞാൻ മുമ്പ് ഇതിനെക്കുറിച്ച് മാത്രം ഒരു ലൈവ് ഇട്ടിട്ടുണ്ട്. വെസ്റ്റേൺ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് മെത്തഡോളജിയുടെയും ഫിലോസഫിയുടെയും ബാഹ്യമായ സപ്പോർട്ടിൽ ഉരുവായി വന്ന, ഒരു ഗ്രീക്ക് ഐഡിയോളജിയിൽ ഉരുവായി വന്ന ഒരു ഗോസ്പൽ ആണ് പ്രോമിനൻ്റ് ആയിട്ട് ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്നത്. എവിടെയെങ്കിലും സുവിശേഷം ആളുകൾ മൈൻഡ് ചെയ്യാതെ ദൂരേക്കെടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളതിനെ പരിശോധിച്ചാൽ അവിടെ പ്രസംഗിക്കപ്പെട്ട സുവിശേഷം വെസ്റ്റേൺ ഗോസ്പലാണ്. വെസ്റ്റേൺ ഗോസ്പൽ പ്രസംഗിച്ച ഇടങ്ങളിലെല്ലാം സുവിശേഷം കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ മറു സൈഡിൽ ദൈവം ജീവനും തൻ്റെ സാക്രിഫൈസും കൂടെ ഒരുമിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ ആ സുവിശേഷത്തെ മറു സൈഡിൽ കെടാതെ ദൈവം സൂക്ഷിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. വെസ്റ്റേൺ ഗോസ്പലും ഈസ്റ്റേൺ ഗോസ്പലും രണ്ടാണ്. അതായത് വെസ്റ്റേൺ തിയോളജിയും ഈസ്റ്റേൺ തിയോളജിയും. ഞാൻ ഈ വെസ്റ്റേൺ തിയോളജി ഈസ്റ്റേൺ തിയോളജിയും കൂടെ തന്നെ പറയാൻ പോയാൽ ഞാനൊരു 10-20 ലൈവ് ഇതുപോലെ ഇരുന്ന് ഇതിൻ്റെ വേരിയേഷൻസും വ്യത്യാസങ്ങളും ഡിഫറൻസിയേഷൻസൊക്കെ പറയേണ്ടതായിട്ട് വരും. ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ്, കാരണം നമ്മളിവിടെ കിടന്നങ്ങ് അടി കൂടുക, അതാണ് ശരി, ഇതാണ് ശരി. പക്ഷേ സത്യത്തിൽ ഈ നമ്മൾ നിൽക്കുന്ന സ്ട്രീം വെസ്റ്റേൺ. അപ്പോൾ വെസ്റ്റേൺ ഗോസ്പലിൽ ഗ്രീക്ക് ഗ്നോസ്റ്റിസം, ഗ്രീക്ക് തത്വജ്ഞാനം, ജ്ഞാനവാദത്തിൻ്റെ ബേസിലാണ് സുവിശേഷത്തെ പ്രസംഗിച്ചത്. അതായത് അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് ആ സുവിശേഷത്തിനകത്ത് ഇപ്പം ലീഗലിയാണ് കാര്യങ്ങളെല്ലാം കാണുന്നത്. ഇപ്പോൾ രക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, നീതീകരണം എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നുള്ള, ചെയ്ത തെറ്റിൽ നിന്നുള്ള ജുഡീഷ്യൽ ഡിക്ലറേഷനാണ് റൈച്ചസ്നെസ്. റിഡംഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് പേ ചെയ്തിട്ട് ആളിനെ വിടും. ഇവിടെ എല്ലാം ഒരു ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ ഇവരുടെ എല്ലാ മേഖലയും. സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫൻസ് അഗൻസ്റ്റ് ദ കിങ്. സോ ഇങ്ങനെ എല്ലാത്തിനെയും, അതായത് വെസ്റ്റേൺ ഗോസ്പലിനകത്ത് എല്ലാ തിയോളജിക്കൽ ടേംസും വെരി പ്രാക്ടിക്കലും ലൈവ്ലിയും ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജുഡീഷ്യലായിട്ട് ലീഗലി ആയിട്ടാണ് വെസ്റ്റേൺ ഗോസ്പൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അവരുടെ സാൽവേഷനും ഒരു ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർഗിവ്നെസ് ഓഫ് സിന്നും ലീഗലാണ്, റിഡംഷനും ലീഗലാണ്, റൈച്ചസ്നെസ്സും ലീഗലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് അതിനകത്ത് ഇല്ലവേ ഇല്ല. അതുകൊണ്ടാണ് വെസ്റ്റേൺ ഗോസ്പലിനകത്ത് 30,000-ഓ 40,000-ഓ ഡിനോമിനേഷൻസ് ഉണ്ടായത്. 30,000-ഉം 40,000-ഉം ഡിനോമിനേഷൻസ് ഉണ്ടായത് ഈ ലീഗലി ഉള്ളതാണ്. ഒരു റിലേഷൻഷിൻ്റെ ആവശ്യവും ഇല്ല. ആ സഭയെ നമുക്ക് പൊളിച്ചിട്ട് ഇപ്പുറത്ത് വന്നിട്ട് പുതിയൊരു സഭ തുടങ്ങി നമുക്കൊരു രജിസ്ട്രേഷൻ്റെ കീഴിൽ വന്നിട്ട് നമുക്കിഷ്ടത്തിന് ചെയ്യാൻ പറ്റും. എന്താണെന്ന് ചോദിച്ചാൽ ബന്ധങ്ങൾ ഇതിനകത്ത് കാര്യമില്ല. അപ്പോൾ ബന്ധമില്ല എന്നതിൻ്റെ കാരണം തന്നെ നമ്മൾ താമസിക്കുന്നത് വെസ്റ്റേൺ തിയോളജി എന്ന വീടിനകത്താണ്. ഇതൊക്കെ വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ സാധാരണക്കാർക്ക് ഇതൊന്നും വിഷയമല്ല. പക്ഷേ ഒരു ലീഡർഷിപ്പിലേക്കും കർത്താവിൻ്റെ രാജ്യത്തെ സംബന്ധിച്ച് ഒരു ബോധ്യം ആവശ്യമുള്ളവർക്ക് ഇത് പ്രയോജനമായതുകൊണ്ട് ഞാൻ ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ റിലേഷൻഷിപ്പ് അവിടെ ഇല്ല. പക്ഷേ ഇതേ സമയം ഈസ്റ്റേൺ, അതായത് ഓർത്തഡോക്സ് വ്യൂ, നമ്മുടെ ഓർത്തഡോക്സ് സഭ എന്ന ചിന്തകളിലേക്ക് വരരുത്. ഓർത്തഡോക്സ് സഭയ്ക്കകത്തും വെസ്റ്റേൺ തിയോളജി വന്നിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം അവിടുത്തെ ആളുകളിൽ നിന്ന് തന്നെ എനിക്ക് ഗ്രഹിക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ ഓർത്തഡോക്സ് സഭകൾക്കകത്തും വെസ്റ്റേൺ ഗോസ്പലിൻ്റെതായ ചില ശീതാനം അല്ലെങ്കിൽ ചില ട്രോപ്സ് വന്ന് വീണ് അതിൻ്റെ മെത്തഡോളജി മാറിയിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിൻ്റെ പ്യോറായിട്ടുള്ളത് ഇന്നും ഏൻഷ്യൻ്റ് ആയിട്ടുള്ളത് നിലനിൽപ്പുണ്ട്. അവരാരും വലിയ പ്രോമിനൻ്റ് ആളുകളല്ലാത്തതുകൊണ്ട് വെളിയിൽ. സോ അങ്ങനെ വെസ്റ്റേൺ തിയോളജിക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഡുവലിസം എന്ന് പറയുന്നത്. ഡുവലിസത്തിനകത്തെ ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളെയും രണ്ടായിട്ടാണ് കാണുന്നത്. അതായത് ദൈവം, മനുഷ്യൻ, അല്ലെങ്കിൽ സ്വർഗം, ഭൂമി. ഇത് രണ്ടും ഒരിക്കലും ഒന്നല്ല, ഇത് രണ്ടാണ്.
എന്ന ചിന്ത. അതായത് ഒരിക്കലും ഇത് കണക്റ്റഡ് അല്ല. ഇത് സ്വർഗം ഒരിക്കലും ഭൂമിയിലാകാൻ പറ്റില്ല, ഭൂമിക്ക് ഒരിക്കലും സ്വർഗമാകാൻ പറ്റില്ല. ഇരുള്, വെളിച്ചം, സ്പിറിച്വല്, സെക്കുലർ, ഇതൊക്കെ ഞാൻ പറഞ്ഞത് കേൾക്കണം. സെക്കുലർ, ഈ ഹെവന്, ഹെല്ല്. ഈ ഹെവൻ ഹെൽ എന്നുള്ള പഠനമൊക്കെ നിങ്ങൾ ഇവിടെ കിടന്ന ആളുകൾ ഇങ്ങ് കൊല്ലും. ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, പുരാതനം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കൃത്യമായ നിലയിൽ അടുക്കും ചിട്ടയോടെ ക്രിസ്തീയ ലോകത്തേക്ക് കൊണ്ടുവന്ന് വിളമ്പിയത് വെസ്റ്റേൺ തിയോളജിയിലാണ്. സെന്റ് അഗസ്റ്റിൻ്റെ കാലം മുതലാണ് നരകമെന്ന് പറയുന്ന നരകം ക്രൈസ്തവ ലോകത്തിലേക്ക് വന്നു കയറിയത്. ഹെവൻ, ഹെല്ല്, ഇപ്പോൾ ഇത് രണ്ടും. അപ്പം ഹെവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ നിത്യത മുഴുവൻ താമസിക്കുന്ന സ്ഥലമാണ്. ഹെൽ എന്ന് പറഞ്ഞാൽ എറ്റേണലി സെപ്പറേറ്റഡ് ഫ്രം ഗോഡ് എന്ന്. അപ്പം ദൈവത്തെ കൂടാതെ ഹെല്ലിന് നിൽക്കാൻ പറ്റും. അപ്പം ഈ സുവിശേഷത്തിനകത്ത് അല്ലെങ്കിൽ ഈ ഗോസ്പലിനകത്ത് എല്ലാം സെപ്പറേറ്റ് ചെയ്യുകയാണ്, മൊത്തത്തിനെ സെപ്പറേറ്റ് ചെയ്ത് പഠിപ്പിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനമാണ് സെക്കുലറും സ്പിറിച്വലും. സെക്കുലർ ജോബും സ്പിറിച്വൽ ജോബും. അപ്പം ഈ ഒരു പ്രധാന വിഷയം ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മളൊരു ആത്മീകനാണെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉടനെ അർത്ഥമാക്കുന്നത് നമ്മൾ നമ്മുടെ സെക്കുലർ ജോബിനെ ക്യാൻസൽ ചെയ്യും. എന്നിട്ട് നമ്മൾ പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്കായിട്ട് ഇറങ്ങി വരും. ഇതിനെ ആണ് നമ്മൾ വലിയ പ്രാധാന്യമായിട്ട് കാണുന്ന കാര്യം. ചിലർ പറയാനുണ്ട്, വലിയ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വന്നത് എന്ന് പറയുന്ന വീമ്പിളക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ മരമണ്ടന്മാരാണെന്ന് ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ പറഞ്ഞോളാം. അപ്പം ഈ ജോലി കളഞ്ഞിട്ട്, ജോബെല്ലാം കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്പിറിച്വൽ ജോബ്. അപ്പം സെക്കുലർ ജോബൊന്നും തമ്പുരാൻ ഇഷ്ടമുള്ള പരിപാടിയൊന്നും അല്ല. ഇത് എവിടുന്ന് വന്നു ഈ ചിന്താഗതി? ഈ ചിന്താഗതി വിശുദ്ധ ബൈബിളിന് വിരുദ്ധമായ ചിന്താഗതിയാണ്. വിശുദ്ധ ബൈബിളിന് വിരുദ്ധം മാത്രമല്ല, ഇത് പൈശാചികവും നീചവും 100% ക്രൈസ്തവ ലോകത്ത് നിന്ന് വേരോടെ പിഴുതു മാറ്റേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാൻസറാണ്. സെക്കുലർ ജോബും സ്പിറിച്വൽ ജോബും തമ്മിലുള്ള വ്യത്യാസത്തെ പഠിപ്പിച്ച് സ്പിറിച്വൽ ജോബ് അല്ലെങ്കിൽ സുവിശേഷ വേല എന്ന് പറയുന്ന, പൂർണ്ണാമസമയ സുവിശേഷ വേല എന്ന് പറയുന്ന ആ കാര്യമാണ് സെക്കുലർ ജോബിനേക്കാളും വലുത്. അപ്പം സ്പിറിച്വൽ വേല അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യുന്ന പറയുന്ന ആൾ ഒരു സെക്കുലർ ആളിനെ കാണുമ്പോൾ എന്തോ ഒരു കഴിവില്ലാത്ത ആളിനെ പോലെ, ഒരു സെക്കൻഡറി ആളിനെ പോലെ, ഒരു ദൈവരാജ്യത്തിൽ തന്നെ ഒരു സെക്കൻഡ് കാറ്റഗറി സിറ്റിസൺസിനായിട്ടാണ് അവരെയൊക്കെ കാണുന്നത്. കാരണം ഈ പഠിപ്പിച്ചു വന്ന സുവിശേഷത്തിനകത്ത് എന്താണ്? ഈ സെക്കുലറും സ്പിറിച്വലും ഇങ്ങനെ 2 ഡിവിഷൻസ് ഉണ്ട്. ഇത് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുക. ഒരിക്കലും സെക്കുലറിന് സ്പിറിച്വൽ ആകാൻ പറ്റില്ല, സ്പിറിച്വലിന് സെക്കുലർ ആകാനും പറ്റില്ല. ഇത് ക്രൈസ്തവ ലോകത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു മാരക ക്യാൻസറാണ്. ഇത് ഈ വീഡിയോ നിങ്ങൾ ചെറുപ്പക്കാർക്ക് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ കർത്താവിൻ്റെ രാജ്യം സംബന്ധിച്ച് ആഗ്രഹമുള്ള ചെറുപ്പക്കാരുടെ പക്കൽ നിങ്ങൾ ഏൽപ്പിക്കണം. എനിക്ക് ഇപ്പോൾ ഏകദേശം ഐ ആം എബോവ് 40. എൻ്റെ ലൈഫ് കരിയറിൽ ഒരു പക്ഷേ ഐ കനോട്ട് ഡു, എന്തോ ചെയ്യാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ സെക്കുലർ വേൾഡിൽ ഐ ഡു നോട്ട് നോ വാട്ട് ടു ഡു. എനിവേ ഐ നീഡ് ടു ഫോക്കസ് ഓൺ മൈ മിനിസ്ട്രി. കാരണം ഞാനൊരു സെക്കുലർ ജോബിൽ നിന്ന് വന്ന ആളല്ല. ഫ്രം ദ ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ് I was totally committed to God. I know very much that I am called by God for the ministry. So ഞാൻ അതിനെ ഒരു അപജയമാണെന്നോ തോൽവിയെന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. 100% ഐ എം വെരി മച്ച് കോൺഫിഡൻറ്റ് ദാറ്റ് ഐ എം കോൾഡ് ബൈ ഗോഡ്. സോ എനിക്ക് ഈ ശുശ്രൂഷയെ സംബന്ധിച്ചും ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള ഫ്രം ദ പൗലോസ് പറയുന്ന പോലെ ഫ്രം ദ വൂംബ് ഓഫ് മൈ മദർ ഐ ഗോട്ട് ദിസ് കോൾ എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ അതിനകത്ത് നിരാശപ്പെടുന്നില്ല. പക്ഷേ നമുക്ക് ഗൈഡൻസ് ഇല്ലാത്ത ഒത്തിരി മേഖലകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടെ ഓർമ്മിപ്പിക്കുക. ഇനി ശ്രദ്ധിക്കണം. കാരണം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സെക്കുലർ ജോബ് എന്ന് പറഞ്ഞാൽ അതൊരു ഇല്ലാത്തതാണ്, കൊള്ളത്തില്ല. സ്പിറിച്വൽ ജോബാണ് വലുതെന്നുള്ളത്. അപ്പം ദൈവരാജ്യം എന്തുകൊണ്ട് പറ്റി? ദൈവരാജ്യത്തിൻ്റെ പണി പള്ളികൾക്കകത്ത് ഒതുങ്ങിത്തീർന്നു. പള്ളികൾക്കകത്തും ആരാധനാലയത്തിനകത്തും പ്രാർത്ഥനാ സ്ഥലത്തിനകത്തും ദൈവരാജ്യത്തെ പണിയുക. നമ്മുടെ ഏറ്റവും കൂടുതൽ രാജ്യം പണി നടക്കുന്നത് ഞായറാഴ്ചയാണ്. ഇപ്പം കോവിഡൊക്കെ ആയതുകൊണ്ട് ഞായറാഴ്ചയുള്ള പരിപാടിയൊന്നും നടക്കുന്നില്ല. അപ്പം ദൈവരാജ്യം ഇപ്പം ചത്തിരിക്കുന്ന പോലെയാണ്. അപ്പോൾ ഒരു പരിപാടി നടക്കുന്നില്ല. പൂർണ്ണ സമയ സുവിശേഷ വേലക്കാരെല്ലാം പൂർണ്ണ സമയം റെസ്റ്റിങ്ങിലാണ്. ഈ സമയത്തെ മുതലാക്കി നന്നായിട്ട് വായിക്കുകയും പഠിക്കുകയും ദൈവത്തോട് ചേർന്നിരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരെ ഓർക്കുന്നു, അവരെ അപ്രീഷിയേറ്റ് ചെയ്യും. എന്നാൽ ബിസിനസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോഡ് ഇൻ ദ വർക്കിംഗ് പ്ലേസ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഇൻ ദ വർക്കിംഗ് പ്ലേസ്, ഇതാണ് നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനം. അതായത് ദൈവത്തിൻ്റെ രാജ്യം നമ്മുടെ പ്രവർത്തന മേഖലയിൽ നമ്മൾ കാണണം. നമ്മൾ റോഡിൻ്റെ വക്കിൽ നിന്ന് ട്രാക്റ്റ് കൊടുക്കുന്ന ഒരു ദൈവദാസനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സലിവാണ്. അയ്യോ, കർത്താവിൻ്റെ വേല
പൊരിയുന്ന വെയിലത്തിരുന്ന് ചെയ്യുന്ന കണ്ടോ? സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു കയ്യിലൊരു മൈക്കും വെച്ച് ഒരു വാഹനത്തിൽ മൈക്ക് സെറ്റും വെച്ച് മദ്യവിമോചന റാലി നടത്തുന്ന ആളുകളുണ്ട്. അത് നമ്മളതിന് സുവിശേഷ വേല എന്നാണ് പേരിട്ടേക്കുന്നത്. മദ്യവിമോചന റാലി, മയക്കുമരുന്നിനെതിരായിട്ടുള്ള റാലിയൊക്കെ നടത്തി, അല്ലെങ്കിൽ പരസ്യയോഗങ്ങൾ നടക്കുന്ന ആളുകളുണ്ട്. അതേ സ്ഥലത്ത് അതേ റോഡിൻ്റെ വക്കിൽ റോഡിൻ്റെ ഓട വൃത്തിയാക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതേ റോഡിൽ ടാർ വേല ചെയ്യുന്ന ആളുകളെ, സഹോദരിമാരും ആ ചൂടത്ത് ടാറിൻ്റെ പണി ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കണ്ണിൽ ഏറ്റവും കൂടുതൽ ഒരു മതത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ മതത്തിൻ്റെ ആളെ, ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഏതിനെന്നറിയാം? ക്രിസ്തീയ വിശ്വാസി ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ആ മൈക്കിൻ ആ കവലയിൽ നിന്നുകൊണ്ട് 15 മിനിറ്റോ 20 മിനിറ്റോ മദ്യം പാടില്ല, മയക്കുമരുന്ന് പാടില്ല എന്നൊക്കെ പറയുന്ന എന്താ പറയുന്നത്, സാമൂഹ്യ എന്താ പറയുന്നത്, ഈ സാമൂഹിക വിപത്തിൽ നിന്ന് ജനത്തെ രക്ഷിക്കാനുള്ള ഈ കാര്യപരിപാടികൾ പറയുന്ന ആളുകളെയാണ് പ്രത്യേകിച്ച് അവരോടാണ് വലിയ സ്നേഹം. അത് കാണുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ രോമം ഇങ്ങനെ എഴുന്നേറ്റ് വരാറുണ്ട്. സ്തോത്രം വലുതായിട്ട് വരും. കാരണം നമ്മുടെ ചിന്ത ആ റോഡിൽ കിടന്ന് ടാറിൻ്റെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അവരൊക്കെ സെക്കുലർ ജോബ്. ഞാൻ സ്വർഗീയ രാജാവിൻ്റെ ജോലിയാണ് ചെയ്യുന്നത്, മഹാരാജാവിൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് റോഡ് വക്കിൽ നിന്ന് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം 1 മണിക്കൂർ കൊണ്ട് തീരും. അദ്ദേഹം എന്നിട്ട് നേരെ കാറി കയറി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാകും. 3/4 മണിക്കൂർ കൊണ്ട് തീരും. എന്നാൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പെരുവെയിലത്ത് നിന്ന് ആ റോഡിനെ ക്ലിയർ ആക്കുന്ന ഒരാളുണ്ട്. സത്യത്തിൽ അവിടെ നിന്ന് പരസ്യയോഗം പ്രസംഗിച്ചിട്ട്, അല്ലെങ്കിൽ ആ പരസ്യയോഗത്തിൽ ആ കാര്യങ്ങൾ പറയുന്ന ആളിനേക്കാൾ ദൈവത്തിൻ്റെ കണ്ണിൽ വിലപ്പെട്ടവൻ, ദൈവം കുറച്ചും കൂടെ കൺസിഡർ ചെയ്യുന്നത് ആ ആളിനൊക്കെ നിൽക്കാൻ വേണ്ടി ആ റോഡിനെ ക്രമീകരിച്ചു കൊടുത്ത ടാറിട്ട തൊഴിലാളിയാണ്. അപ്പം നമ്മുടെ കണ്ണിൽ ഈ സെക്കുലർ ജോബും സ്പിരിച്വൽ ജോബും തമ്മിൽ ഭയങ്കരമായ അന്തരമാണ്. നമ്മുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഒരു ഭൗതികമായ ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയെന്ന് അഭിമാനിക്കുന്ന ഒത്തിരി ആളുകൾ കേരളത്തിലുണ്ട്. അങ്ങനെ അഭിമാനിക്കുക മാത്രമല്ല, അങ്ങനെ ഒരു ചതിക്കുഴിയിൽപ്പെട്ട് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ജീവിക്കുന്ന ഒത്തിരി പേരുമുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദുബായിലൊക്കെ ഒരു വലിയൊരു ബിസിനസ്സുകാരൻ, ഞങ്ങളുടെ പുനലൂരുള്ള ഒരു വലിയ പ്രവാചകൻ, വലിയ പേരും പ്രസിദ്ധിയും ഒക്കെയുള്ള പ്രവാചകൻ, ആ പേരൊക്കെ വിളിച്ച് പറയുന്ന വലിയ പ്രവാചകൻ. പുള്ളിക്കാരൻ ചെന്ന് ആ ബിസിനസ്സുകാരനോട് പറഞ്ഞ്, നിന്നെ കർത്താവ് തൻ്റെ വേലയ്ക്കായിട്ട് വിളിച്ചേക്കുക, നോർത്ത് ഇന്ത്യയിലേക്ക് വിളിച്ചേക്കുക. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം നല്ല ഒന്നാന്തരം ഫ്ലാറ്റും ഒന്നാന്തരം വീടും ധാരാളം ജോലിക്കാരും ഉള്ള ഒരു നല്ല ബിസിനസ് കളഞ്ഞ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നോർത്ത് ഇന്ത്യ തൻ്റെ ഭാര്യയുടെ ജോലിയും കൂടെ രാജിവെപ്പിച്ച് പിള്ളേരുമായിട്ട് നല്ല ഒന്നാന്തരം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന മക്കളെയും കൊണ്ട് വലിച്ചെടുത്ത് എവിടെ കൊണ്ടുപോയി? നോർത്ത് ഇന്ത്യയെ കൊണ്ടുപോയി. അവസാനം നോർത്ത് ഇന്ത്യ ചെന്നപ്പം സുവിശേഷ വേലയും ചെയ്യാൻ പറ്റത്തില്ല, കഴിക്കാൻ ആഹാരവുമില്ല, കിടക്കാൻ സ്ഥലവുമില്ല, കൊച്ചുങ്ങൾക്ക് വിദ്യാഭ്യാസവും ഇല്ല, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണു. ഈ പ്രവചിച്ച പ്രവാചകൻ അവിടെ ഇല്ല. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുപോലൊരു വലിയൊരു മാഫിയ, ഒരു പ്രൊഫറ്റിക് മാഫിയ, കള്ളന്മാരുടെ വലിയൊരു കൂട്ടം ഇന്ന് ക്രൈസ്തവ ലോകത്തിലുള്ളത് കൊണ്ട് ഒരു മുന്നറിയിപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ നല്ല ജോലി ചെയ്യുമ്പോൾ ഇവന്മാർക്ക് ഭയങ്കര കലിപ്പാണ്. കാരണം നിങ്ങളൊരു നല്ല ജോലി സ്ഥലത്തിരിക്കുമ്പോൾ ഇവന്മാരുടെ കണ്ണങ്ങോട്ട് അടയ്ക്കുമ്പോൾ ഉടനെ അവർ കാണുന്നത് പൂർണ്ണസമയം വേലയ്ക്ക്, ഒരൊറ്റ പൂർണ്ണസമയ വേലക്കാരും ഇനിയും അടുത്ത 10-20 വർഷത്തേക്ക് ഇറങ്ങണ്ട. ഇവിടെ ഈ പൂർണ്ണസമയ വേലക്കാരെ കൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ഇരിക്കാനും നടക്കാനും വയ്യ, കാല് തട്ടി വീഴുക. ഇറങ്ങരുത്. ഇവിടെ ദൈവരാജ്യത്തിന് അങ്ങനെ ആവശ്യമേ ഇല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ദൈവരാജ്യത്തിന് ഇനി ഒരു ഫുൾ ടൈം വേലക്കാരൻ്റെ ആവശ്യമില്ല. ഉള്ള ആളുകൾ അവരുടെ ദൗത്യത്തിലേക്ക് വരുന്നതാണ് മോർ ദാൻ എനഫ്. ഇറങ്ങരുത്. ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾ കേട്ട് പറയും, ഇത് പിശാചിൻ്റെ ദൂത, നിങ്ങൾ പോയി തൊലയത്തേ ഉള്ളൂ, നശിക്കത്തേ ഉള്ളൂ. ഞാൻ പറയുന്ന ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക. കാരണം ദൈവത്തിൻ്റെ കണ്ണിൽ, കിങ്ഡം ഓഫ് ഗോഡിൻ്റെ കണ്ണിൽ സെക്കുലർ വേൾഡും സ്പിരിച്വൽ വേൾഡും രണ്ട് വേൾഡ് ഇല്ല. ഈ ചിന്താഗതിയുടെ മേൽ വന്ന ഏറ്റവും ശക്തമേറിയ വാളാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇൻകാർനേഷൻ. സോ ഇൻകാർനേഷൻ എന്ന് പറയുന്ന ആ ഒരൊറ്റ സത്യം ക്രൈസ്തവ സമൂഹം ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട കാര്യമാണ്. ഉണ്ണിയേശു പിറന്നേ, വേദലഗേമി പിറന്നേ, നക്ഷത്രം ഉദിച്ചെന്നുള്ള പാട്ടുപാടി നടന്നിട്ട് കാര്യമില്ല.
ദൈവരാജ്യത്തിൻ്റെ തലമുറ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്ന് യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരമാണ്. യേശു എവിടെ ജനിച്ചെന്ന് നമുക്കറിയാം, എപ്പോൾ ജനിച്ചെന്നറിയാം, ആര് കൊണ്ടുവന്നറിയാം, പൊന്നും ഒരു കുന്തിരിക്കം കൊണ്ടുവന്നറിയാം. നമ്മൾ ലോകം മുഴുവൻ ഇത് പ്രസംഗിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇൻകാർണേഷൻ്റെ മഹിമ എന്താണെന്ന് നമ്മുടെ ആളുകൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇൻകാർണേഷൻ സെക്കുലർ വേൾഡിനെയും സ്പിരിച്വൽ വേൾഡിനെയും ഒന്നാക്കി മാറ്റിയത്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരം ആത്മലോകത്തെയും ഭൗതിക ലോകത്തെയും തമ്മിൽ കണക്ട് ചെയ്ത മീഡിയമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സോ യേശു ക്രിസ്തു ഭൂജാതനായപ്പോൾ സെക്കുലർ വേൾഡ് സ്പിരിച്വൽ വേൾഡുമായിട്ട് വയർഡായി, കണക്റ്റഡായി എന്ന് പറഞ്ഞാൽ ഇന്ന് നോ ബഡി ക്യാൻ സെപ്പറേറ്റ് ദ സ്പിരിച്വൽ വേൾഡ് ഫ്രം ദ ഫിസിക്കൽ വേൾഡ്. അപ്പം ഈ ഗ്രീക്കുകാരുടെ ഈ തലയ്ക്കകത്തിരുന്ന ഈ വൃത്തികേട് ക്രൈസ്തവ സഭയ്ക്കകത്ത് നമ്മൾ പ്രസംഗിച്ചത് കൊണ്ട് നമുക്ക് സ്പിരിച്വൽ വേൾഡ് എന്ന് പറഞ്ഞാൽ വേറെ ഏതുകൊണ്ട് സൂപ്പർ നാച്ചുറൽ വേൾഡ് ആണെന്നും സെക്കുലർ വേൾഡ് ഇതൊക്കെ കത്തിക്കാൻ വെച്ചേക്കാണ്, ഇതൊക്കെ തീയാണ്. സെക്കുലർ ജോബ് കത്തിക്കാൻ വെച്ചിരിക്കുന്നു, നിന്റെ ഭൗതിക ജോലി കത്തിക്കാൻ വെച്ചിരിക്കുന്നു, അതൊന്നും തീക്ക് വേണ്ടി കാത്തിരിക്കുക. ഇങ്ങനെയുള്ള പോഴത്തരങ്ങളും പൊട്ടത്തരങ്ങളും ക്രൈസ്തവ ലോകത്ത് പഠിപ്പിച്ച് ഉപയോഗശൂന്യമായ ഒരു കമ്മ്യൂണിറ്റിയായി ക്രൈസ്തവ സമൂഹം മാറിപ്പോയി. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം, പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ അവതാരത്തോടെ ഈ കാണുന്ന ഭൗതിക ലോകവും നാം കാണാത്ത അദൃശ്യ ലോകവും ഒന്നായി മാറി, ഇതിന് വാല്യൂ ആയി. ഈ കാണുന്ന സിസ്റ്റത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പദ്ധതികൾ വീണ്ടും പുനരാവിഷ്കരിച്ചു, അല്ലെങ്കിൽ റെസ്യൂം ചെയ്തു, വീണ്ടും ആവർത്തിച്ചു, വീണ്ടും അതിനെ തുടങ്ങുകയാണ്. വീണ്ടും അതിനെ ദൈവം എന്ത് ചെയ്യാം, വീണ്ടും അതിനെ ആരംഭിക്കുകയാണ്. ആദാമിൽ അവസാനിച്ചു പോയത് ദൈവപുത്രൻ വീണ്ടും ആരംഭിക്കുകയാണ്. അപ്പം ബിസിനസ് വേൾഡ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത്. ബിസിനസ് വേൾഡ് ആണ് ദൈവരാജ്യം ഡോമിനേറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൗണ്ടൻ. ദ മോസ്റ്റ് ഇൻഫ്ലുവൻസിങ് മൗണ്ടൻസിൽ ഒന്ന് ബിസിനസ് വേൾഡ് ആണ്. നിങ്ങൾക്കറിയാമോ ബിസിനസ് വേൾഡിന്റെ വലുപ്പം എന്താണെന്ന്? പള്ളിക്കകത്തിരുന്ന് പാട്ടും പാടി സ്തോത്രം പറഞ്ഞ് ഗ്ലോറിയും പറഞ്ഞ് ഹല്ലേലൂയയും പറഞ്ഞ് ജീവിക്കുന്നവർക്ക് ഭൂമിയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. നമുക്ക് ഞാനിപ്പം എൻ്റെ അനുഭവത്തിൽ ഇതൊന്നും ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ പാസ്റ്റർമാരും ഇതിന് മെനക്കെട്ടിട്ടുമില്ല. നിങ്ങൾ ഇന്ന് വരെയെങ്കിലും ഏതെങ്കിലും ഒരു ദൈവദാസൻ ഭൗതിക ജോലിയെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ? നോർത്ത് ഇന്ത്യയിലേക്കുള്ള മിഷണറി പ്രവർത്തനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്, കർത്താവിൻ്റെ വേലയെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്, അതിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. നോ ബഡി ഈസ് പ്രീച്ചിങ് അബൌട്ട് ദ വർക്ക്. പ്രവർത്തിക്കണം, നിങ്ങൾ ജോലി. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എന്നോട് ഇപ്പം വേണമെങ്കിൽ ചോദിക്കാം, നിനക്ക് ജോലി ഉണ്ടോ എന്ന്. ഇതിനെല്ലാത്തിനും ഒരു ടൈമുണ്ട്, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പം വർക്കിനെ കുറിച്ച്, ജോലിയെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ ദൈവരാജ്യം എന്ന് പറയുന്നത് ഭൂമിയിൽ സ്ഥാപിക്കപ്പെടണം. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടണമെങ്കിൽ ഈ ലോകത്തിൻ്റെ എക്കണോമിക്കൽ വേൾഡിനെ ദൈവരാജ്യം ഡോമിനേറ്റ് ചെയ്യുക. അതായത് കറപ്ഷൻ ഇല്ലാത്ത, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ഒഴുകുന്ന, നീതിയുടെ, നിർമ്മലതയുടെ, കറപ്ഷൻ ഇല്ലാത്ത ഒരു ഭയങ്കര സിസ്റ്റം ഈ ലോകത്തിൽ വരണം. അത് ദൈവരാജ്യത്തിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. ഇന്ന് ഏറ്റവും കൂടുതൽ കറപ്ഷൻ വന്നേക്കുന്നത് ഈ വേൾഡിലാണ്, എക്കണോമിക്കൽ വേൾഡിലാണ്. ഒരു രാജ്യം നശിക്കുന്നത് ഈ കറപ്ഷൻ മുഖാന്തരമാണ്. സോ ഇതിൻ്റെ മുകളിൽ ഡോമിനേറ്റ് ചെയ്യണം. ആര് ഡോമിനേറ്റ് ചെയ്യണം? ദൈവരാജ്യം ഡോമിനേറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. സോ നിങ്ങളുടെ മനസ്സിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഞാൻ പറഞ്ഞല്ലോ, കർത്താവായ യേശുവിൻ്റെ ഭൂമിയിലെ അവതാരത്തോടുകൂടെ, കർത്താവായ യേശു ഭൂമിയിൽ ഭൂജാതനായതിലൂടെ ഈ ലോകത്തിലെ ഭൗതിക ജോലിയും ആത്മീക ജോലിയും തമ്മിൽ വലിയ വ്യതിയാനമില്ല, അതിന് തമ്മിൽ ഡിഫറൻസിയേഷൻ ഇല്ല. ഇത് രണ്ടും ഒന്നായി മാറി. ഇത് രണ്ടും വീണ്ടും അംഗീകരിക്കും. ഹെവന്റെ അക്രഡിഷൻ ഭൗതിക ജോലിയുടെ മേൽ വന്നത് യേശു ക്രിസ്തുവിൻ്റെ ഇൻകാർണേഷനിലൂടെ, യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചതിലൂടെയാണ്. നിങ്ങളിപ്പം ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളായിരിക്കും, നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളായിരിക്കും, നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്യുന്ന ആളായിരിക്കും, നിങ്ങളൊരു വാഹനം ഓടിക്കുന്ന ആളെ, വാട്ട് എവർ ദ ജോബ്, നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന എനിക്കറിയത്തില്ല. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നുണ്ടോ ആ ജോലിയിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗീയമായ അവതാരത്തിൻ്റെ ഒരു സ്പർശനമുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്.
അപ്പം ദൈവത്തിൻ്റെ ഒരു ഹെവൻ്റെ അക്രഡിഷൻ്റെ സ്റ്റാമ്പ് നിങ്ങളുടെ ഭൗതിക ജോലിയുടെ മേലുണ്ട്. അപ്പം നിങ്ങളെ അതിൽ നിന്ന് ഓടിക്കാനാണ് ഇവിടുത്തെ മതങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങളൊരു നല്ല ബിസിനസ്സുകാരനാണെങ്കിൽ ഉടനെ ഈ പിശാച് പിടിച്ചവന്മാർ പറയും അത് കളഞ്ഞിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണം. നിങ്ങൾ ഈ ആളുകളെ വെറുതെ വിടരുത്. നിങ്ങളിപ്പം യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ കഴുത്തിലെ മാല പൊട്ടിച്ചുകൊണ്ടിരുത്താൻ ഓടിയാൽ, ഒരു മാല പൊട്ടിച്ചുകൊണ്ട് ഓടിയാൽ നമ്മൾ പുറകെ ഓടുകയോ പോലീസിനെ വിളിക്കുകയോ നാട്ടുകാരെ വിളിച്ചു കൂടത്തില്ലേ? അതിനേക്കാളും ക്രൂരന്മാരാണ് നന്നായിട്ട് നിങ്ങളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വന്ന് ഇത് കളഞ്ഞിട്ട് യേശുവിൻ്റെ വേല ചെയ്യണമെന്ന് പറയുന്നവൻ ഈ മാല പൊട്ടിക്കാൻ വരുന്നവനേക്കാളും ക്രൂരനാണ്. അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവനെ അറസ്റ്റ് ചെയ്യണം. കാരണം ഇവൻ ഒരു ഭയങ്കര ദുരന്തമാണ്. കാരണം ഈ ഞാൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തീയ ലോകം ഒരു ചവറ് സംവിധാനത്തിലാണ് ഇപ്പോൾ പോകുന്നത്. ചവറ് സംവിധാനം. നമ്മൾ ഇതിനകത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുക. പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ഐ വാണ്ട് ടു സ്കിപ്പ് ഫ്രം ദിസ് ഓൾ. ഇതിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എസ്കേപ്പ് ചെയ്തിട്ട് എവിടെ പോരാ? അല്ല, നാട്ടിലില്ല പട പേടിച്ച് പന്തളത്തി വന്നപ്പോൾ അവിടെ പന്തംകുളത്തി പടന്ന് പോരാ. ഇത് എങ്ങോട്ട് പോകാൻ പറ്റും? അതുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, ഇതിനകത്ത് ഇതിൻ്റെ കറപ്ഷൻസ് മാറ്റാനായിട്ട് ശബ്ദിക്കുക. വേറെ നിവൃത്തിയില്ല. ഇത് കറപ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്, അംഗീകരിക്കപ്പെടാത്ത ഒരു ലോകമാണ്. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇപ്പം ബിസിനസ്സുകാരെ ഇറക്കി വിടുക നിങ്ങളുടെ. കാരണം ഇവന്മാർക്ക് കുശുമ്പാണ്. ഈ ഊതേച്ചിമാർക്ക് ജോലിയും ഒരു പുണ്ണാക്കുമില്ല. ഇവനൊക്കെ ഇത് കാണുമ്പോൾ തന്നെ ഒരു കുശുമ്പ്, ഒരു അസൂയ. ഇവനെ ഇറക്കി വിടാം. ഇവനെ ഇറക്കി വിട്ടാൽ എന്ത് ചെയ്യാം എന്ന് പറഞ്ഞാൽ നീ ഇറങ്ങി എന്നെ പോലാകാൻ. കാരണം എന്താ പറയുമ്പോൾ ഇവർക്ക് ഈ സെക്കുലർ ജോബിന്റെ മീനിങ് എന്താണെന്ന് അറിയത്തില്ല. സെക്കുലർ ജോബിന്റെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ദൈവം, ഞാൻ ഇന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ദൈവത്തെ നമ്മളെല്ലാവരും കാണുന്നത് എങ്ങനെ? ഇപ്പം ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്ത എങ്ങനെയാണ്? ഭയങ്കര തേജസ്സുള്ള ഒരു സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളായിട്ടാണ് ദൈവത്തെ കാണുന്നത്. ഇപ്പം എൻ്റെ കേൾവിക്കാർക്ക് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരിക. നമുക്ക് ദൈവത്തെ കാണുന്നത് എങ്ങനെയാണ്? സിംഹാസനത്തിലിരിക്കുന്നു, പ്രഭ ഇങ്ങനെ ചൊരിയുന്നു, കോടിക്കണക്കിന് ദൂതന്മാർ ഇങ്ങനെ ചിറകടിച്ച് ആരാധിക്കുന്നു, അങ്ങനെ ഭയങ്കര സന്തോഷം. ഇതാണല്ലോ നമുക്ക് ദൈവത്തെ. പക്ഷേ ഒരു വേഷം, അതായത് ഒരു ജോലിക്കാരൻ്റെ വേഷം ധരിച്ച്, ഒരു കഠിനമായ വേല ചെയ്യുന്ന ഒരുത്തൻ്റെ വേഷം ധരിച്ച്, ഒരു വർക്കറിൻ്റെ വേഷം ധരിച്ച്, ഒരു ഫാക്ടറി വർക്കറിൻ്റെ വേഷം ധരിച്ച് നമുക്ക് ദൈവത്തെ പ്രസന്റ് ചെയ്യാൻ പറ്റൂ? ഒരു ബിൽഡിംഗ് വർക്ക് ചെയ്യുന്ന ഒരു കർഷകന്റെ വേഷം ധരിപ്പിച്ച് നമുക്ക് ദൈവത്തെ പുറത്തു കാണിക്കാൻ പറ്റൂ? അങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും? ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിരുന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ പറയും ഈ കമ്പി കെട്ടുന്ന, അല്ലെങ്കിൽ ഒരു തട്ടടിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഫാക്ടറി ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ റോഡ് വക്കിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ക്ലീനിങ് ചെയ്യാൻ പോകുന്ന ഒരാളായിട്ട് നമ്മുടെ ദൈവത്തെ കാണാൻ പറ്റൂ? അല്ലെങ്കിൽ ഒരു വീടിന്റെ മുകളിൽ കയറിയുന്ന അതിന്റെ ഉത്തരവൊക്കെ പിടിച്ചിട്ടിട്ട് ഇങ്ങനെ ആണി അടിക്കുന്ന, ചുറ്റികൾ കൊണ്ട് ഇങ്ങനെ അടിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ ക്യാൻ യു ഇമാജിൻ ദാറ്റ് യുവർ ഗോഡ് ഈസ് ലൈക്ക് ദാറ്റ്? നമുക്കങ്ങനെ ചിന്തയില്ല. നമ്മുടെ ചിന്ത അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്നവൻ, മനുഷ്യരാരും ഇതിനെ കണ്ടിട്ടില്ലാത്തവൻ, രാജാതിരാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്തതയുള്ളവൻ. എന്നിട്ട് നമുക്കിഷ്ടം കുറെ അറിയാമേത്ത കുറെ പദപ്രയോഗങ്ങളെല്ലാം കൂടെ പറഞ്ഞ് നമുക്കൊന്നും കയ്യെത്താത്ത ദൂരത്തിലേക്ക് വലിയൊരാളായിട്ട് അങ്ങനെ കാണാനേ നമുക്ക് ദൈവത്തെ അറിയത്തുള്ളൂ. പക്ഷേ നമ്മുടെ വീടിൻ്റെ മുകളിലെ ഓട് മാറ്റാൻ വേണ്ടി കയറി വന്നിട്ട് ആ ഓടിനെ പൊട്ടിയ ഓട് മാറ്റി പഴയ ഒരു പൊട്ടിയ ഓട് മാറ്റി ഒരു പുതിയതിട്ട് അതിനെ ക്ലിയർ ആക്കുന്ന ഒരു കാർപ്പൻറ്ററായിട്ട് ദൈവത്തെ കാണാൻ പറ്റൂ? അതായിരുന്നു യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ അവതാരത്തിലെ ആദ്യത്തെ ചിത്രം. അല്ലാതെ ഗലീലക്കടലിൽ നിന്ന് ഇങ്ങനെ കൈയുയർത്തി ഓ പ്രൈസ് ലോർഡ് ഇങ്ങനെ പറയുന്ന ഒരാളല്ല യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ ഭൂമിയിൽ ആദ്യമായിട്ട് ജനങ്ങൾ കണ്ടത് ജോസഫിന്റെ കൺസ്ട്രക്ഷൻ ബിസിനസ്സിനകത്തെ മെയിൻ മേശിരി, അതാ യേശു. തച്ചപ്പണി, നമ്മൾ തച്ചപ്പണി എന്ന് പറയുമ്പോൾ ഇന്നത്തെ തച്ചൻ എന്ന് പറഞ്ഞാൽ തടിപ്പണി മാത്രമേ. പക്ഷെ അന്നത്തെ തച്ചൻ അന്നത്തെ തച്ചന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബിൽഡിങ് പണിയുന്നവരാണ്. അതായത് തടിപ്പണിയും കല്ലുപണിയും എല്ലാം കൂടെ ചേർന്ന്. നിങ്ങൾ ജീസസിനെ നോക്കിയാൽ ജീസസ് 30 ഇയേഴ്സിലെ മെയിൻ മേശിരി. അല്ല, നമുക്ക് നസ്രയനായ യേശു രാജാതി രാജാവ് എന്ന് പറയുന്നതിന് പകരം
രാജാതി രാജാവ് എന്ന് പറയുന്ന പകരം നസ്രായനായ യേശു ബിൽഡിംഗ് കോൺട്രാക്ടർ അല്ലെങ്കിൽ എ മെയിൻ മേസൺ, എ മെയിൻ കാർപ്പൻറ്റർ എന്ന് നമുക്ക് യേശുവിനെ കാണാൻ പറ്റൂ. നിങ്ങൾക്കറിയുമോ, കാർപ്പൻട്രിക്ക്, നമ്മുടെ കഠിനമായ വീട് പണിക്ക്, നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ ജോലിക്ക്, ഫാക്ടറി ജോലിക്ക്, റോഡിലെ ജോലിക്ക്, ക്ലീനിങ് ജോലിക്ക്, നഴ്സിംഗ് ജോലിക്ക്, വാട്ട് എവർ ദ ജോബ്, ഈ ജോലിക്ക് അർത്ഥം കൊടുത്ത ആളാണ് നമ്മുടെ കർത്താവ് യേശു. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന ആളാണ്, ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണം. നിങ്ങൾ ആ ജോലി ഒരു കാലത്തും വിടരുത്. നിങ്ങൾ ആ ജോലി ഒരു കാലത്തും വിടരുത്. ആ ജോലിയിൽ നിങ്ങൾ തുടരണം. നിങ്ങളെ ഇനി ഏത് പ്രവാചകൻ വന്നിട്ട് നിങ്ങൾ ഇറങ്ങണം, വേലക്കിറങ്ങണം എന്ന് പറഞ്ഞാൽ ഷട്ട് അപ്പ് യുവർ മൗത്ത് എന്ന് പറഞ്ഞ് ഓട്ടിച്ചേക്കണം. കാരണം നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്കൊരു അപ്പോയിൻമെന്റ് കർത്താവ് തരാൻ പോകും. കാരണം ദൈവരാജ്യം എന്ന കോൺസെപ്റ്റിനകത്ത് റോഡ് വക്കിൽ സുവിശേഷ പ്രവർത്തനമല്ല ദൈവത്തിൻ്റെ മെയിൻ പദ്ധതി. അത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്കകത്ത് ഒരു ചെറിയ ശാഖ മാത്രമാണ്. 100 ബിസിനസ് ദൈവത്തിനുണ്ടെങ്കിൽ ആ അവസാനത്തെ ഒന്നിൻ്റെ അതിനെ 1000 ഡിവൈഡ് ചെയ്താൽ അതിലൊരു പോർഷൻ മാത്രമാണ് പ്രസംഗം എന്ന് മാത്രം. ഇപ്പം പ്രസംഗം കൊണ്ട് ഇപ്പം ഞാൻ നിങ്ങളിത് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഇപ്പം ജീസസ് ക്രൈസ്റ്റ്, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ദേവാദി ദൈവം, പ്രപഞ്ചം മൊത്തം തൻ്റെ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ ദൈവം ഈ ഭൂമിയിൽ വന്നിട്ട് ഒരു വീടിൻ്റെ പണിക്കാരനായി, തച്ചനായി, കൽപ്പണിക്കാരനായി, നസ്രയത്തിലെ ഒരു സാധാരണക്കാരനായി യേശുനാഥനെ നമുക്ക് കാണാൻ പറ്റുമോ? നമ്മുടെ ദൈവത്തെ ഒരു ഫാക്ടറി വർക്കറായിട്ട് കാണാൻ പറ്റുമോ? ഈ തേജസ്സിൻ്റെ കിരീടവും ഒന്നുമില്ലാത്ത, സിംഹാസനമില്ലാത്ത, കാലിൽ ഒരു പ്ലാസ്റ്റിക് റബ്ബറിൻ്റെ ഷൂവും ഇട്ട്, ഒരു കാക്കി വസ്ത്രവും ധരിച്ച്, കയ്യിലൊരു സ്വീപ്പിങ്ങിൻ്റെ ഒരു ഉപകരണവും കയ്യിൽ വെച്ച് ക്ലീനിങ്ങിന് ഇറങ്ങി വരുന്ന ഒരാളായി ദൈവത്തെ കാണാൻ പറ്റും. ഗോഡ് ഈസ് ദ വർക്കിംഗ് പ്ലേസ്. നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരണം. ദൈവരാജ്യം. ഇപ്പം നിങ്ങളൊരു അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. ചില പാസ്റ്റർമാരുടെ ഭാര്യമാർക്കുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം, അവർ ഭയങ്കര മാനസിക തകർച്ചയിലാണ്. എന്തെന്ന് ചോദിച്ചാൽ, ഭർത്താവ് ഭയങ്കര പ്രസംഗം, അദ്ദേഹത്തിന് പ്രസംഗമുണ്ട്, അദ്ദേഹത്തിൻ്റെ വിശ്വാസികളുണ്ട്, പ്രാർത്ഥിക്കണം, നാനേ പോനെയൊക്കെയാണ്. ഭാര്യയ്ക്ക് എന്തുണ്ട് ജോലി? ഭാര്യയ്ക്ക് ജോലി പാസ്റ്റർമാരുടെ അവിടുന്ന് വരുന്നവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, ഗസ്റ്റിനെ നോക്കണം, സഭയിലെ വിശ്വാസികൾക്ക് ഫുഡ് ഉണ്ടാക്കണം, അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല. അപ്പോൾ അവരിങ്ങനെ വിചാരിക്കുക, അപ്പോൾ എൻ്റെ അച്ചാന് കർത്താവ് വലിയ പ്രതിഫലം കൊടുക്കും, എനിക്ക് എന്ത് പ്രതിഫലം കിട്ടാനാണ്? ഞാൻ ഈ അടുക്കളയിലല്ലേ. സത്യത്തിൽ അച്ചായനേക്കാളും പ്രതിഫലം കിട്ടാൻ പോകുന്നത് ആ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്നവർക്ക്. നമ്മുടെ ഒരു കൊച്ചിനെ വളർത്തുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഡയപ്പർ മാറ്റുന്നതും ദൈവരാജ്യത്തിൻ്റെ ജോലിയാണ്. അടുക്കളയിൽ ക്ലീനിങ് ചെയ്യുന്നത് ദൈവരാജ്യത്തിൻ്റെ ജോലി. വീടിനകത്തൊരു വർക്ക് ചെയ്യുന്നത് ദൈവരാജ്യത്തിൻ്റെ വർക്കാണത്. അതിനകത്ത് ഞാനൊന്നും ചെയ്യാറില്ല. കർത്താവിൻ്റെ വേലക്കിറങ്ങിയ ശേഷം ഞാൻ ഇന്ന് വരെ കൈകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. എന്ത് ചെയ്തിട്ടുണ്ട്? ഉരുട്ടി തിന്നിട്ടേ ഉള്ളൂ. അപ്പം ഞാനിത് പറഞ്ഞ ഈ ചിന്താഗതി ഉള്ളവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഉരുട്ടി തിന്നാൻ മാത്രമല്ല ഈ കൈ. നമ്മൾ എന്ത് ജോലി ചെയ്താലും അതിനകത്ത് ദൈവമഹത്വം കാണണം. കാരണം ദൈവത്തെ നമ്മൾ വർക്കിംഗ് പ്ലേസിൽ കാണണം. ഇറ്റ്സ് എ വെരി വാസ്റ്റ് സബ്ജക്റ്റാണ്. ഞാനൊരു ഇൻട്രോ പറഞ്ഞ് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്ന മാത്രമേ ഉള്ളൂ. ബിസിനസ് വേൾഡ്. ഇപ്പം നിങ്ങളൊരു ടീച്ചറാണോ? കണ്ടിന്യൂ ദാറ്റ് ജോബ്. If you are working in a factory, do that. നിങ്ങളൊരു ജോലി ചെയ്യുന്നു, ആ ജോലിയിൽ നിങ്ങൾ തുടരുക. ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കണം. ഇതാദ്യം മനസ്സിലാക്കുക. ദൈവം വേറെ വഴി തുറക്കുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങരുത്. ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാനുള്ള വഴിയാണ് നിന്റെ ജോലി. ദൈവത്തിന് നീ ഒരു അനുഗ്രഹമായി മാറാനുമുള്ള വഴിയാണ് നിന്റെ ജോലി. നിങ്ങൾക്കറിയാമോ, ഏറ്റവും കൂടുതൽ ആത്മാക്കൾ നമുക്ക് നഷ്ടപ്പെട്ടവർ, വി ആർ സീക്കിംഗ് ദ ലോസ്റ്റ്. ഇതാണല്ലോ നമ്മുടെ പ്രധാന വിഷയം. സീക്കിംഗ് ദ ലോസ്റ്റ്. കാണാതെ പോയതിനെ നമ്മൾ കണ്ടുപിടിക്കണം. റീച്ച് ദ അൺറീച്ച്. ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, 90% ഓഫ് ദ അൺറീച്ച്ഡ് ഈസ് ഇൻ എ സെക്യുലർ ജോബ്, ഇൻ ദ വർക്കിംഗ് പ്ലേസ്. നമ്മുടെ യോഗ സ്ഥലത്ത് 2 പേരെ കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മുടെ വർക്കിംഗ് സ്ഥലത്ത് നമുക്ക് 100 കണക്കിന് ആളുകളെ ഓരോരുത്തർക്കും കിട്ടും. അപ്പം ദൈവരാജ്യത്തിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കൊടുക്കാൻ
പറ്റിയ പ്ലേസ് സഭകളല്ല, കൺവെൻഷൻ സ്ഥലങ്ങളല്ല, ചാരിറ്റബിൾ സൊസൈറ്റി അല്ല. ദൈവരാജ്യത്തിന്റെ ഇൻഫ്ലുവൻസ് വെളിപ്പെടുത്താൻ പറ്റിയ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഈസ് ഇൻ യുവർ ഫാക്ടറി, ഈസ് ഇൻ യുവർ വർക്കിംഗ് പ്ലേസ്. കാരണം ആദമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം ആദമിനെ പാസ്റ്ററായിട്ടല്ല സൃഷ്ടിച്ചത്, ദൈവം ആദമിനെ പുരോഹിതനായിട്ടല്ല സൃഷ്ടിച്ചത്, ദൈവം ആദാമിൻ്റെ ഭാര്യയെ പെയ്ത്തോമിലെ പാസ്റ്ററിൻ്റെ ഭാര്യയായിട്ടുമല്ല സൃഷ്ടിച്ചത്. ദൈവം ആദാമിനെ ഭൂമിയുടെ മാനേജറായിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവം അവന് കൊടുത്ത ജോലി എന്താണ്? അവന് കൊടുത്ത ജോലി തോട്ടത്തെ കാക്കണം, സൂക്ഷിക്കണം. അപ്പം നറിഷ് ചെയ്യണം, അതിനെ പരിപാലിക്കണം, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിനെ കൾട്ടിവേറ്റ് ചെയ്യണം. കൾട്ടിവേറ്റ് ചെയ്യാനാണ്. അതായത് ആദ്യം ദൈവം മനുഷ്യന് കൊടുത്ത ജോലി സെക്യുലർ ജോബാണ്. ഞാൻ പറഞ്ഞല്ലോ, ക്രൈസ്തവ ലോകം വലിയ തെറ്റിലേക്ക് പോയി കഴിഞ്ഞു. ഇത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കുക. ഈ പോക്ക് പോകരുത്. ഇത് ഭയാനകമായ ഒരു അനർത്ഥത്തിലേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനിത് പറയുന്നത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിയുള്ള ഒത്തിരി ദൈവമനുഷ്യരുണ്ട്. അത് സ്വർഗം അവർക്ക് കൊടുത്ത കോളിങ്ങാണ്. അവർക്ക് അവരുടെ ലൈഫ് മുഴുവൻ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. പൗലോസിനെ വിളിച്ചു, പത്രോസിനെ വിളിച്ചു, അപ്പോസ്തലന്മാർ ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ തെറ്റെന്നല്ല, അതെല്ലാം ശരിയാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സെക്യുലർ ജോബ് ചെയ്യുന്ന ഒരാളെ കൂടെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ക്രൈസ്തവം പഠിക്കണം. വർക്ക് ഈസ് വർഷിപ്പ്. 100%. നമ്മുടെ വർക്കിനകത്താണ് ദൈവത്തിൻ്റെ ആരാധന. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഒരു സെക്യുലർ ജോബ് ചെയ്യുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. അല്ലാതെ ഞായറാഴ്ച പ്രസംഗിക്കുന്ന പ്രാസംഗികൻ മാത്രമല്ല അതിനകത്ത് വലിയ ആള്. കാരണം ദർ ഇസ് നോ സെക്യുലർ ജോബ് ആൻഡ് സ്പിരിച്വൽ ജോബ്. രണ്ടും കൂടെ ഒരുമിച്ചാണ്. ജീസസ് 30 years he was a mason, carpenter. നിങ്ങൾ ചിന്തിച്ചു നോക്കി, രാവിലെ കൊട്ടൂടി എടുത്ത് ചുറ്റികലും എടുത്ത് ജോലിക്ക് ഇറങ്ങി പോവുകയാണ് ജോസഫിൻ്റെ കൂടെ. യേശു ആരാ? അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ. നമ്മളായിരുന്ന ഈഗോ കാരണം ഇറങ്ങത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ സിസ്റ്റം ഇങ്ങനെ മാറിയതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ക്രൈസ്റ്റ് പോയി വൈകുന്നേരത്തെ ശമ്പളമൊക്കെ വാങ്ങിച്ചിരിക്കുന്നു. ജോലിക്ക് യജമാൻ ഇങ്ങനെ പൈസ കൊടുത്തണം. ആ പൈസയൊക്കെ വാങ്ങിച്ച് പോകലിട്ട് തിരിച്ചു വരുമ്പോൾ ചന്തയിൽ പോയി മീനൊക്കെ വാങ്ങിച്ച് ഇറച്ചിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ മറിയുടെ അടുക്കലേക്ക് വരുന്ന ആ യേശുവിനെ ഒന്ന് ചിന്തിച്ചു നോക്കി. ദൈവം വർക്ക്ഷോപ്പിൽ ഒരു പുസ്തകം ആരിൽ എഴുതുക, ലോകത്ത് എനിക്കൊന്ന് ബെസ്റ്റ് സെല്ലറാവും. ഗോഡ് ഈസ് ഇൻ എ വർക്ക്ഷോപ്പ്. നല്ല ഐഡിയ തരിക, എഴുതുക. ഈ കേരള മണ്ണിൽ ഇന്ന് വരെ മലയാളിയോ ഇന്ത്യക്കാരൻ കേൾക്കാത്തൊരു മെസ്സേജാണ്. ഗോഡ് ഈസ് ഇൻ എ വർക്ക്ഷോപ്പ്. ദൈവം വർക്ക്ഷോപ്പിൽ. സെക്യുലർ വേൾഡ് നിന്റെ പുസ്തകം വായിക്കുക. ആരെങ്കിലും ഒന്ന് എഴുതും. ആമേൻ. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ആദാമിനെ ദൈവം സൃഷ്ടിച്ചു. ആദാമിനെ സൃഷ്ടിച്ചിട്ട് തോട്ടത്തിൻ്റെ മാനേജറായിട്ടാണ്. വേറൊരു വാക്യമുണ്ട് കേട്ടോ, ഞാൻ അതുകൂടെ അങ്ങ് വായിച്ച് പെട്ടെന്ന് പോവാം. ഈ 2-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്. അത് മനോഹരമായ വാക്യമാണ്. ഉൽപ്പത്തി 2 4-ാം വാക്യം. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചതിൻ്റെ ഉൽപ്പത്തി വിവരം, വയലിലെ ചെടിയൊന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. വയലിലെ സസ്യമൊന്നും മുളച്ചിരുന്നതുമില്ല. ചെടികളുമില്ല, സസ്യങ്ങളും ഒന്നും മുളച്ചിട്ടില്ല. എന്താ മുളയ്ക്കാത്തതിൻ്റെ കാര്യം? യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. അപ്പം വിത്തുകളെല്ലാം ഉണ്ട് അവിടെ. അതായത് ഇത് വളരാനുള്ള സിസ്റ്റമൊക്കെ റെഡിയാണ്. പക്ഷെ ഇതുവരെ മുളച്ചിട്ടില്ല. കാരണം മഴ ലഭ്യമല്ല, മഴ പെയ്ച്ചിരുന്നില്ല. എന്തുകൊണ്ട് ദൈവം മഴ പെയ്ച്ചിരുന്നില്ല? മറുപടി, നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനുണ്ടായിരുന്നില്ല. ദൈവത്തിന് ഇതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ, ഇതിനെ മാനേജ് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ സോഴ്സിൽ നിന്ന് റിസോഴ്സസ് പുറത്തു വരാതിരുന്നത്. അപ്പം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനും മനുഷ്യനെ സൃഷ്ടിച്ചു. എനിക്കിച്ചിരി ഇളിഫ്യതയുണ്ട് ഇത് പറയാൻ, സത്യം. ഇതിപ്പോൾ നിങ്ങളുടെ മുമ്പ് പറയാനായിട്ട് എനിക്കിച്ചിരി നാണമുണ്ട്. എന്ത് ചെയ്യാൻ? അത് ഞാനങ്ങ് മുഖത്ത്
കാണിക്കാതെ അങ്ങ് പറയാം. വർക്ക് ചെയ്യാൻ. ഇപ്പം നമ്മുടെ സഭാ ഹോളുകളിൽ ഇത് പ്രസംഗിക്കുന്നില്ല. വർക്ക് ചെയ്യാൻ. രഞ്ജിത്ത് പറഞ്ഞത് അബ്സല്യൂട്ട്. രഞ്ജിത്തും ആ പ്രശ്നത്തിൽ നിന്ന് സ്വതന്ത്രനായ ഒരു ചെറുപ്പക്കാരനാണ്. ഇതിപ്പോൾ പബ്ലിക്ക് ഞാൻ പറയുന്നതിനകത്ത് എനിക്ക് സന്തോഷമുണ്ട്. രഞ്ജിത്ത് നല്ലൊരു ബിസിനസ്മാനായിട്ട് വളർന്നുകൊണ്ടിരിക്കുക. കോതമംഗലത്തെ പല സഹോദരന്മാരും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ മനോഹരമായ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയ ആ ചെറുപ്പക്കാരെ അങ്ങനെ നടത്താൻ കർത്താവ് ഒരുക്കിയതിനായി കർത്താവിന് സ്തോത്രം. വേല ചെയ്യാൻ മനുഷ്യനില്ലാത്തതുകൊണ്ട് ദൈവം തമ്പുരാൻ മഴ പെയ്ച്ചിരുന്നില്ലെന്ന്. അപ്പം വേല ചെയ്യുക, വർക്ക് ചെയ്യുക. അതിനകത്ത് പ്രവചനം, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, വിടുതൽ, ഇതൊന്നുമില്ല. ഇതെല്ലാം വെറും തട്ടിപ്പാ. ഇതൊക്കെ തട്ടിപ്പാ. ഗ്ലോറി 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 എല്ലാം തട്ടിപ്പാ. ഇതൊക്കെ ഞാൻ കുറേ വർഷങ്ങൾ ഇതിൻ്റെ പുറകെ നടന്നതാണ്. ഗ്ലോറിയൊക്കെ നിനക്ക് വ്യക്തിപരമായിട്ട് നീ അടിച്ചു. എല്ലാവരും ഓരോ ക്രിസ്ത്യാനിയും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരുണ്ട്. അവരെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ മുമ്പ് ഇപ്പം ഞങ്ങളുടെ ആളുകളില്ല. ചിലർ വന്നിട്ട് പറയാറുണ്ട്, നിനക്ക് ഇപ്പോൾ തട്ടുപണിക്ക് പൊക്കൂടെ, വാർക്കപ്പണിക്ക് പൊക്കൂടെ എന്ന്. ഞാൻ ചെയ്യുന്ന ജോലി ഈ മനുഷ്യന്മാർ ചെയ്യുന്നില്ല. അത് വേറെ കാര്യം. ഞാൻ ചെയ്യുന്ന ജോലി ഇവർ ചെയ്യുന്നില്ല. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത്, സെക്യുലർ ജോബ് എന്തോ വലിയ മാരകമാണ്, അത് കൊള്ളത്തില്ല, അതൊക്കെ കണ്ട് പൈശാചികമാണ്, അതെല്ലാം നശിച്ചു പോകാൻ പോകുന്നതാണ്, ആത്മീയമായത് മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ശരിയെന്ന് പറയുന്ന എല്ലാ ഫ്രോഡ് ആളുകളെയും, ഞാൻ ആ പദങ്ങൾ ഇച്ചിരി കഠിനമാണെന്ന് എനിക്കറിയാം, അത് മുഴുവൻ നിങ്ങൾ ബിവെയറായിരിക്കണം. കാരണം ദൈവരാജ്യം ഇനി അങ്ങോട്ട് മൂവ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് വേൾഡിനെയാണ് തൊടാൻ പോകുന്നത്. ബിസിനസ് വേൾഡിനെയാണ് തൊടാൻ പോകുന്നത്. അപ്പം നമ്മുടെ സഭകളിൽ നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ മക്കൾ ടോപ്പ് മോസ്റ്റായിട്ട് വരണം. നമ്മുടെ മക്കൾ ബിസിനസ് വേൾഡിലേക്ക് വളർന്നു വരണം. ഇതിന് ദൈവത്തിൻ്റെ ഐഡിയാസ് ആണ്. ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ നിന്നായി ജ്ഞാനം പ്രാപിക്കാൻ പോകുന്നെങ്കിൽ കീറിയ ഷർട്ടും കീറിയ ചെരുപ്പ് ഇട്ടേക്കുന്നവൻ ഹൗ ടു ബിക്കം എ മില്ലനെയർ എന്ന് പഠിപ്പിക്കുന്ന പോലെ ആയിപ്പോൾ. നിങ്ങൾക്കറിയാമോ, ഇത് വളരെ പ്രധാനമാണ്, ഒരു ബിസിനസ് ജയന്റും അവൻ്റെ ബിസിനസ് സീക്രട്ട് പഠിച്ചത് അവൻ പഠിച്ച യൂണിവേഴ്സിറ്റി എന്നല്ല. ഇത് നിങ്ങൾ ലോകത്തോട് നിങ്ങൾ പോയി അന്വേഷിച്ച് നോക്കുക. ലോകം കണ്ട എല്ലാ ബിസിനസ് ആളുകളും ആരും തന്നെ അവർ ഈ രഹസ്യങ്ങൾ പഠിച്ചത് അവരുടെ മാനേജ്മെൻറ്റ് സ്കൂളിൽ നിന്നല്ല. കാരണം സക്സസ് പഠിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഐ കനോട്ട് ടീച്ച് യു ഹൗ ടു ബി സക്സസ്ഫുൾ. കാരണം ഇത് പഠിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഈസ് എ ഗോഡ് ഗീവൺ ഓപ്പർച്യൂണിറ്റീസ്. ഇത് ആറ്റിറ്റ്യൂഡിൽ നിന്നുണ്ടാകുന്ന ഒരു പാഷന്, ആ പാഷനിൽ നിന്നുണ്ടാകുന്ന ഒരു കമ്മിറ്റ്മെന്റ്. ഹൗ ടു ബി സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ 1000 പേജുള്ള പുസ്തകം വായിച്ചുകൊണ്ട് സക്സസ്ഫുൾ ആവത്തില്ല. യുവർ ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ പാഷനായി മാറണം. പാഷൻ നിങ്ങളുടെ കമ്മിറ്റ്മെൻ്റായി മാറണം. നിങ്ങളുടെ ഫെയിലുവേഴ്സ്, തോൽവി, എല്ലാവർക്കും തോൽവിയുണ്ട്. തോൽവി, ബാങ്ക്രപ്സി ഒരിക്കലും ഒന്നിൻ്റെയും അവസാനമല്ല. എല്ലാ ജയാളികളും, എവ്രി വൺ, ദോസ് ഹു ആർ ഇൻ സക്സസ്ഫുൾ ലൈഫ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ബിസിനസ്, they have went through so many bankruptcy and failure. I cannot teach you how to be successful, but I can guide you. Change your attitude. Be happy with what the job you are doing. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നോ അതിൽ നിങ്ങൾ തൃപ്തരാകുക. അത് ദൈവം നിങ്ങൾക്ക് തന്നതാണെന്ന് പറയുക. ആ മേഖലയിലാണ് എനിക്ക് കിങ്ഡത്തെ കൊണ്ടുപോകേണ്ടെന്ന് പഠിക്കുക. ഞാൻ ഈ ദിവസങ്ങളിൽ ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ ആയിരക്കണക്കിന് കാര്യങ്ങൾ ഓർമ്മ വന്നു. ആദമിനെ നോക്കി, ആദാമിൻ്റെ മകനായ കായൻ സെൻട്രൽ പാസ്റ്ററും ആബേൽ ലോക്കൽ പാസ്റ്ററും ആയെന്നാണോ?
കായൻ കൃഷിക്കാരൻ, ആബേൽ ആട്ടിടയൻ. കായന്റെ മക്കൾ അങ്ങോട്ട് ജനിച്ചു. അവര് കിന്നരം, വീണ, ചെമ്പിന്റെ ആയുധം, ഇരുമ്പിന്റെ ആയുധം ഉണ്ടാക്കുന്നവരായി മാറി. അവൻ തലമുറ ഒരുത്തൻ പട്ടണം ഉണ്ടാക്കാൻ പോയി. നോക്ക്, മാനവരാശി ഇങ്ങോട്ട് വരിക. അല്ലാതെ ഷേത്തിന്റെ മൂത്ത മകൻ മോസ്റ്റ് റവറൻഡ്, ഷേത്തിന്റെ ഇളയ മകൻ ലീസ്റ്റ് റവറൻഡ്, അങ്ങനൊന്നുമില്ല. എവ്രിബഡി ഈസ് ഡൂയിങ് സം വർക്ക്സ് ഇൻ ദ വേൾഡ്. കാരണം ദൈവം അവരെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയത് ടു ബിൽഡ് അപ്പ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആണ്. ടു ബിൽഡ് അപ്പ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഞാൻ എപ്പോഴും ഞങ്ങളുടെ ചർച്ചിലെ ആളോട്, ഡു നോട്ട് ഗോ ടു എനി ബൈബിൾ സെമിനാറി. ഒരു ബൈബിൾ സെമിനാറിൽ നിങ്ങൾ പോകരുത്. നിങ്ങൾ ഏറ്റവും പരാജയപ്പെട്ട ഒരാളായി മാറും. ഈ ലോകത്തിലെ, ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിലെ ഏറ്റവും പരാജയം ഇവിടുത്തെ സെമിനാരികളാണ്. ഒന്ന്, സെമിനാരി ഒരാളിനെ അവൻ്റെ പൊട്ടൻഷ്യാലിറ്റിയിലേക്ക് വളർത്തത്തില്ല. അവൻ ആരാണെന്ന് അവനെ പഠിപ്പിക്കാറില്ല. അവർ പഠിപ്പിക്കുന്നത് ഇവർ വിഴുങ്ങിക്കോണം, പുറത്തു പോയി ഛർദ്ദിച്ചോണം. നീ ആരാണെന്നുള്ള ബോധം നിനക്ക് നഷ്ടപ്പെടുന്ന സ്ഥലമാണ് സെമിനാരി. ഇറ്റ് ഈസ് ഗോ ടു ദ സെമിറ്ററി ദാൻ യു ഗോ ടു ദ സെമിനാറി. സെമിനാരി പോകുന്നതിനൊക്കെ നല്ലത് സെമിറ്ററി പോകുന്നേ. കാരണം റിലീജിയസ് ചിന്തകളിൽ ആ മനുഷ്യനെ വളർത്തുന്നു. ദൈവം ഒരു മാനേജർ ഇല്ലാതെ തൻ്റെ റിസോഴ്സിനെ പുറപ്പെടുവിക്കത്തില്ല. സോ ഗോഡ് വാണ്ട്സ് മാനേജേഴ്സ് ഇൻ ദ ക്രിസ്ത്യൻഡം ടുഡേ. ദൈവത്തിന് മാനേജേഴ്സിനെ ആവശ്യമുണ്ട്. ഹൗ ടു ബി എ സക്സസ്ഫുൾ വർക്കർ. I believe that God will give you the wisdom. The first thing, your attitude should be positive. എന്താണ് attitude? The job what I'm doing today is given by God. നീ ഒരു വീട്ടു ജോലിക്കാരിയായിരിക്കും, അടുക്കളയിൽ ജോലി ചെയ്യാൻ പോകുന്ന ഒരാളായിരിക്കും. But that work is given by God. You can reach the unreached. You can share the kingdom power with the people, those who are. നീ പോകുന്ന ഇടത്ത് നിനക്ക് നിന്റെ ദൈവരാജ്യത്തിൻ്റെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റും. നമ്മൾ ഇന്ന് എവിടെയൊക്കെ പോയി, നമ്മുടെ ലോകം, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ചർച്ചസിലുള്ള 1000 പേരിൽ 1000 പേരും ബിസിനസ് മേഖലകളിൽ തന്നെ തുടർന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ജോലി മേഖല, നമ്മുടെ ചിന്ത എന്താ? ചർച്ചിനകത്താ ദൈവരാജ്യം. ദൈവരാജ്യം പുറത്ത്. കർത്താവ് യേശു അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ സൽപ്രവൃത്തി കണ്ട് നിങ്ങളുടെ സ്വർഗീയ പിതാവിനെ അവർ വിശ്വസിക്കണം. അതായത് നിങ്ങളുടെ പ്രവൃത്തി അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവിൻ. ആരുടെ മുമ്പിൽ? ഇൻ യുവർ പ്ലേസ്, ഇൻ യുവർ ഫാക്ടറി, ബിസിനസ്, നിങ്ങളുടെ ബിസിനസ് സ്ഥലത്ത്, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, wherever you are doing work, show the goodness of God, the integrity in your working place. അവിടെ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. ഞാൻ പ്രധാനമായിട്ട് 2 കാര്യം മാത്രം പറഞ്ഞ് നിർത്താൻ പോകുന്ന, പെട്ടെന്ന് 2 കാര്യം പറയാം. താഴോട്ട് നോക്കി, ഹാനോക്ക്, നോഹ ആരാ? ദ ഫസ്റ്റ് ഷിപ്പ് ഓണറാണ്. ആദ്യത്തെ സഭാവള് പണിത ആളല്ല, ആദ്യത്തെ കപ്പൽ മുതലാളി. ആര്? നോഹ. ഷേം കപ്പൽ പണി കഴിഞ്ഞപ്പോൾ ഇനി ആ പണി തീർന്ന് കളഞ്ഞില്ല, ആദ്യത്തെ മുന്തിരിത്തോട്ടം ഉണ്ടാക്കി, കർഷകൻ. പിന്നെ ഇങ്ങോട്ട് അബ്രഹാമിനെ ആദ്യത്തെ ലാൻഡ് ലോഡാണ്, ആദ്യത്തെ ദേശത്തിന്റെ അധിപതിയാക്കി മാറ്റി, ലാൻഡ് ലോഡാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ പുത്രന്റെ പുത്രൻ യാക്കോബ്, ബിസിനസ്മാൻ. നിങ്ങൾ ശ്രദ്ധിക്കും, ബൈബിൾ ഇവരാരാണ്? ഇതൊന്നും അപ്പം പ്രവാചകന്മാരില്ലേ? ഉണ്ട്. ശുശ്രൂഷകന്മാരില്ലേ? ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഒരു സെക്യുലർ ജോബിനകത്ത് ഞാൻ എൻ്റെ കാര്യം ഇതേ ഉള്ളൂ, കൊള്ളത്തില്ലെന്ന് പറയുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ബൈബിളിലെ മൊത്തം കഥാപാത്രങ്ങൾ നോക്കി. അബ്രഹാം ആരാ? പാസ്റ്റർ. അബ്രഹാമിന്റെ പുത്രന്മാർ ഇസഹാക്ക്, യാക്കോബൊക്കെ ആരാ? ഇവരൊക്കെ വർക്കേഴ്സാണ്. ദേ ആർ ഡൂയിങ് സം വർക്ക്സ്.
12 ഗോത്രത്തിലെ പിതാക്കന്മാരെ നോക്കിയേ, അവരെല്ലാം എന്ത് ചെയ്യുക? അപ്പൊ അവരുടെ പ്രവൃത്തികളിൽ ദൈവപ്രസാദം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവരുടെ പ്രവൃത്തികളിൽ ദൈവത്തിന്റെ പ്രസാദം ഉണ്ടെന്ന കാര്യമാണ്. ദൈവത്തിന് പ്രസാദമുണ്ട്. ജോസഫ്, കുറെ അങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് ജോസഫ് ആണ്. ജോസഫ് ആരാ? ഏത് മാനേജ്മെന്റ് സ്കൂളിലാണ് പോയി MBA എടുത്ത്? ദൈവത്തോട് കൂടെ നടന്നു. നിങ്ങൾക്കറിയാമോ, മിസ്രീം എന്ന നാട് മൊത്തം, മിസ്രീം എന്ന നാടിനെ ഇതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരൊറ്റ പ്രവാചകന്മാർക്ക് പറ്റിയിട്ടില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് സത്യദൈവമെന്ന് ഒരു പ്രസംഗം പോലും പ്രസംഗിക്കാതെ, ഒരു ബുക്ക് എഴുതാതെ, ഒരു ചർച്ചിൽ പോയി കാര്യം പറയാതെ, മിസ്രീം എന്ന ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യത്തിനകത്ത് സത്യദൈവമായ യഹോവയാണ് യഥാർത്ഥ ദൈവമെന്ന് തെളിയിക്കാൻ ദൈവം ഉപയോഗിച്ച മനുഷ്യനാണ് ജോസഫ്. ജോസഫ് ഒരു പ്രസംഗം നടത്തിയിട്ടില്ല. ജോസഫ് വാസ് നോട്ട് എ പാസ്റ്റർ. ജോസഫ് വാസ് നോട്ട് എ റവറൻഡ്, നോട്ട് എ ബിഷപ്പ്, നോട്ട് എ റിലീജിയസ് വർക്കർ. ജോസഫ് വാസ് ദ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കിങ്ഡം ഈജിപ്റ്റ്. നമ്മുടെ ആളുകൾ തന്നെ പറഞ്ഞു, ജോസഫെ കർത്താവിൻ്റെ വേലക്കിറങ്ങണം, കർത്താവിൻ്റെ വേലക്കിറങ്ങണം. ജോസഫിനെ ഒരു പരുവത്തിലാക്കിയനായിരുന്നു ഈ മലയാളികളെല്ലാം കൂടെ ചേർന്ന്. താങ്ക് ഗോഡ് ദെയർ വാസ് നോ മലയാളി ദെയർ. ഒരു മലയാളി അവിടെ ഇല്ലാത്തതിനായി സ്തോത്രം. കാരണം നമുക്ക് ഇങ്ങനെ പിരിപിരാന്ന് വരും ഒരാളിങ്ങനെ ഒരു ഉയർന്ന സ്ഥലത്തിരിക്കുന്നത് കാണുമ്പോൾ. കുറച്ച് ചവർ തിയോളജിയുമായിട്ടാണ് ക്രൈസ്തവ ലോകം ജീവിക്കുന്നത്. എന്തോ കഴിയാം, സ്വപ്നം, ജസ്റ്റ് സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ അറിയാം. വിസ്ഡം. അതുകൊണ്ടാണ് ഗ്രഹം പണിയണമെങ്കിൽ വിസ്ഡം വേണം. ജോസഫിന് വിസ്ഡം ഉണ്ടായിരുന്നു, കാര്യങ്ങളെ അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. രാജാവ് ഇരുന്ന് കണ്ണുകൾ കാണും. രാജാവ് വലിയ രാജാവാണ്. സ്വപ്നമൊക്കെ അങ്ങോട്ട് വ്യാഖ്യാനിച്ചിട്ട് പുള്ളിക്കാരൻ ലാസ്റ്റ് പറയുകയാണ്, കതിരിൻ്റെ കഥയും പശുവിൻ്റെ കഥയൊക്കെയാണ്. അത് ഭയങ്കര രസകരമാണ് കേട്ടോ. ഈ പശുവിൻ്റെയൊക്കെ കാര്യം നമ്മളറിഞ്ഞ പറഞ്ഞതിന് മെലിഞ്ഞ പശു എന്ന് പറഞ്ഞ പോരാട്ടമാണ്. പിന്നെന്തോന്നു, തടിച്ച പശു എന്ന് പറഞ്ഞാൽ നിന്റെ നന്മയെ വിഴുങ്ങാൻ വരുന്ന ചില പോരുകളാണ്. പോരുകൾ, നന്മകളെ വിഴുങ്ങിക്കളയുവാൻ വരുന്ന ചില പോരുകളുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ ഒരു 7 സുഭാസനം കാണാൻ പറയും. ആ 7 എന്നുള്ളത് 7 ദിവസമാക്കും നമ്മുടെ ആളുകളൊക്കെ വ്യാഖ്യാനിച്ചു. അമ്പരാനെ അവിടെ വേറെ ആരും ഇല്ല, ഞാൻ സ്തോത്രം. ഇദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ക്ഷാമം 7 വർഷം ക്ഷാമം വരാൻ പോവാണ്. അതിന് മുമ്പ് 7 വർഷം ഒരു സുഭിക്ഷകാലം വരാൻ പോകും. സുഭിക്ഷമായ കാലത്ത് ബുദ്ധി ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഈ സത്യം പറയാൻ ജോസഫിൻ്റെ കമ്പനി ഇന്ത്യയിൽ തുടങ്ങണം. എന്നിട്ട് ഈ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കൊക്കെ ബുദ്ധി പറഞ്ഞു കൊടുക്കണം. ഇവരുടെ തലയിലെല്ലാം ഈ വിശദമില്ലാത്തതുകൊണ്ടാണ് ഈ നാടിങ്ങനെ ഇരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ അത്ര റിസോഴ്സസ് ഉള്ളൊരു രാജ്യം ഭൂമിയിലില്ല. ഇത്രയും റിസോഴ്സസ് ഉള്ളൊരു നാട് സാമ്പത്തികമായിട്ട് താഴ്ന്നെങ്കിൽ കാരണക്കാർ ഒറ്റ പേരാണ്. ഇത് ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾ ഇതിൻ്റെ നേതൃത്വത്തിൽ വന്നാണ്. 100% കറപ്ഷനാണ്. ഞാൻ വലിയ വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു, ഫറവോന് സകലഭൃത്യന്മാരെ ബോധിപ്പിച്ചു. 39 വാക്യം 41 ഉൽപ്പത്തി 41. ഫറവോൻ തന്നെ ഭൃത്യന്മാരുടെ ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു. ഇതൊരു ചലഞ്ചിങ് വേർഡാ. ഇത് വായിച്ചപ്പോൾ എനിക്ക് ലജ്ജ തോന്നി, നാണക്കേട് തോന്നി. ഇവിടെ ഇന്ത്യ മൊത്തം ദൈവാത്മാവുള്ള ആളുകളെ കൊണ്ട് ഇരിക്കപ്പുറതിയില്ല. നമ്മുടെ പ്രശ്നം, നമ്മുടെ ദൈവാത്മാവെന്ന് പറഞ്ഞാൽ ബഹളാണ്. കരമടിക്കുക, ശബ്ദം ഉണ്ടാക്കുക. ആത്മാവ് വന്നെന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുന്നത്, പള്ളിക്കകത്ത് ജനം കൂടെ പടപടപടപടാന്ന് കൂട്ടക്കയ്യടിയും ശബ്ദം ഉണ്ടാക്കിയാൽ എന്ത് വന്നെന്ന ആത്മാവ് വന്നെന്ന്. അതുകൊണ്ട് ഇവിടെ വേറൊരു രാജ്യത്തിന്റെ ചക്രവർത്തി പറയാ, ദൈവാത്മാവുള്ള ഇവനെ പോലെ ഞാൻ. അപ്പൊ ദൈവാത്മാവ് ഒരുത്തന്റെ മേലുണ്ടായാൽ അവൻ എന്തുണ്ടാവുന്ന? ജ്ഞാനം ഉണ്ടാവുന്ന, കാര്യങ്ങളെ അനലൈസ് ചെയ്യാനുള്ള ജ്ഞാനം ഉണ്ടാവും.
ഒരു കാര്യം കാണുമ്പോഴേ അറിയാൻ പറ്റിയത് എന്താ കാര്യം, അത് ആ ദൈവാത്മാവുള്ളവൻ്റെ പ്രത്യേകത. ഇവിടെ ഇന്ത്യയിൽ ദൈവാത്മാവുള്ളവരുടെ റാലി നടത്തിയ ലക്ഷങ്ങളുടെ റാലി വരും, പക്ഷെ ഒരു പ്രയോജനവും ഇല്ല. ദൈവാത്മാവിൻ്റെ ആരും ഇവിടെ ദൈവാത്മാവ്. ഇപ്പം നിങ്ങൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് ലജ്ജ തോന്നി. ഞാൻ പറഞ്ഞില്ലേ, ദൈവാത്മാവുള്ള ഒരുത്തൻ ഒറ്റയാൾ, അയാളെ രാജാവ് എടുത്തു. അപ്പൊ ദൈവാത്മാവുള്ളവൻ എന്തുണ്ടാവും? ജ്ഞാനം ഉണ്ടാവും, വിഷ്ടം. ദൈവാത്മാവുള്ളവൻ അന്യഭാഷ പറയുമെന്നല്ല, അന്യഭാഷ പറഞ്ഞില്ലേലും നിന്റെ അകത്ത് ദൈവാത്മാവുണ്ടെന്ന് ആദ്യം വിശ്വസിക്കും. പോട്ടെ, ദൈവാത്മാവുള്ള ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ ജോസഫിനോട്, ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട്. ദൈവം ആരുടെ ദൈവം? നിന്റെ ദൈവം. നിന്നെ പോലെ വിവേകവും ജ്ഞാനമുള്ളവൻ ഒരുത്തൻ. എൻ്റെ സത്യത്തിൽ അർത്ഥം എന്താ? ഈ ഒറ്റ ഒരുത്തൻ കാരണം ഫറവോൻ അവിടെ പറയുകയാണ്, നീ സേവിക്കുന്ന ദൈവമാടാ സത്യം. അയാൾ ആകാശത്ത് തീയിറക്കിയില്ല, മരിച്ചതിനെ വീർപ്പിച്ചില്ല, മോർച്ചർ പോയി തുറന്നില്ല, ശവങ്ങളെ എഴുന്നേൽപ്പിച്ചില്ല, കാലുമുടതനെ സൗഖ്യമാക്കിയില്ല, കുരുട്ടുകൾ ഒന്നും ചെയ്തില്ല. ഒരു ചക്രവർത്തിക്ക് ദൈവം യഥാർത്ഥ ദൈവം എന്നറിയാൻ ജ്ഞാനമുള്ള ഒരൊറ്റ മനുഷ്യൻ മതി. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ പദ്ധതി നോക്ക്. ഒരു രാജ്യം, ഈ മിസ്രീം എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിലെ അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യത്തിന്റെ അധിപനെ വെറും വാക്കുകൾ കൊണ്ടല്ല, വെറും ജ്ഞാനം കൊണ്ട് കീഴടക്കിയ മനുഷ്യനാണ് ജോസഫ്. ദൈവം കൊടുത്ത ജ്ഞാനം കൊണ്ട് അവനെ പറയാതെ പറയിപ്പിച്ചു. യോസഫിന്റെ ദൈവമാണ് സത്യദൈവം. നമ്മുടെ ബഹളം കൊണ്ടും നമ്മുടെ ആർപ്പാടം കൊണ്ടും മൈക്ക് സെറ്റ് കൊണ്ടൊന്നും ഇവിടെ ഇന്ത്യയിലൊന്നും നടക്കില്ല. ഇന്ത്യയിൽ ഇനി ആവശ്യം ദൈവസഭയ്ക്കകത്തുനിന്ന് ജ്ഞാനമുള്ളവർ. എഫെസ്യ ലേഖനം 3-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്ക്. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധ ജ്ഞാനം അവന്റെ സഭ മുഖാന്തരം വെളിവായി വരുന്നു. സഭ മുഖാന്തരമാണ് വെളിവായി വരേണ്ടത്. ഈ കൊറോണയുടെ കാലത്ത് കൊറോണയ്ക്കിടെ മരുന്ന് കണ്ടുപിടിക്കാനുള്ള ജ്ഞാനം ദൈവസഭയ്ക്കാണ് വേണ്ടത്. അതിന് ദൈവസഭ എവിടെ പോയിരിക്കുക? ദൈവസഭ പ്രാക്കളെ പോലെ പറക്കാതിരിക്കുക. ബഹുവിധ ജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ. ഇത് എന്നേ സൊല്യൂഷൻ. ഇപ്പൊ എയ്ഡ്സിന്റെ സൊല്യൂഷൻ എന്നേ വന്നേനെ? ഞാൻ ഈ പറയുന്ന നിങ്ങളോട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കളെ നോക്കിയിട്ട് പറയണം, ഈ വരും തലമുറയുടെ സയന്റിസ്റ്റായി നിങ്ങളുടെ മക്കൾ മാറാൻ വേണ്ടി പറ. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ മക്കളെ വളർത്തുക. അവരെ പാസ്റ്റർ ആക്കുന്നതല്ല, അവര് ഒരു സയന്റിസ്റ്റ് ആവട്ടെ, ആക്കട്ടെ, അവർ സയന്റിസ്റ്റ് ആകട്ടെ. ഇവിടെ സൊല്യൂഷൻസ് ആവശ്യമുള്ള ആയിരക്കണക്കിന് ആവശ്യങ്ങളുണ്ട്. ഇതെവിടെ നിന്ന് ജ്ഞാനം വരും? ദൈവത്തിന്റെ ജ്ഞാനം. ദൈവത്തോട് കണക്ഷനുള്ള ആളുകൾക്കല്ലേ ഈ ജ്ഞാനം കിട്ടത്തുള്ളൂ. ഈ ജ്ഞാനത്തെ ലോകത്തിന് കൊണ്ടുവരാൻ നമ്മുടെ ജനറേഷൻ എഴുന്നേറ്റ് വരും വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ വളരുന്ന നിങ്ങളുടെ മക്കളെ നോക്കി നിങ്ങൾ ചൂണ്ടി നോക്കി പറ. മനുഷ്യരാശി അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ മറുപടി നിന്നിലൂടെ വരുമെന്ന് പറ. ഒരുത്തൻ, ഇത് നിങ്ങളുടെ ചലഞ്ചായിട്ട് ഒരുത്തൻ, റെയ്നാഡ് ബോങ്കയൊന്നുമല്ല. റെയ്നാഡ് ബോങ്ക ആയിരങ്ങളെ നേടിയ മനുഷ്യന്, ശരിയാ. പക്ഷേ ഈ ആയിരങ്ങളെ നേടുമ്പോഴും ഈ ആളുകളെല്ലാം എന്ത് ചെയ്യും? ഈ ഞാൻ കണ്ടൊരു കാര്യം, ലോകത്തിൽ വലിയ ഉണർവ് നടന്ന സ്ഥലങ്ങളിലൊന്നും ദൈവരാജ്യമില്ല. ഉണർവ് നടന്ന സ്ഥലങ്ങളിലൊന്നും ദൈവരാജ്യത്തിന്റെ ഒരു വളർച്ചയുമില്ല. ആള് കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. ജ്ഞാനം. പ്രാർത്ഥിക്കാമോ? നമുക്ക് ദൈവത്തോട് യഹോവ പറഞ്ഞ യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. ഇനിയിത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ നൂറുകണക്കിന് ചിന്തകൾ വരിക. തമ്പുരാനോടുള്ള ഭക്തി, ഒരു ഭക്തൻ, the one who love God, one who fear God, അവൻ ആദ്യം ലഭിക്കുന്നത് wisdom. So if you are serving God, the first flow from the Almighty God is the wisdom. We must dominate the business world, the economical world, by the wisdom of God. നിങ്ങൾ വായിച്ചു നോക്ക്. നിങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇത് വായിക്കണം. 41-ാം അധ്യായം. അടുത്ത പറയുക, നിന്റെ ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി. ജ്ഞാനമുള്ളവൻ ഒരുത്തനുമില്ല. നീ എൻ്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. നോക്കിയേ, അവൻ്റെ ബയലോ എടുക്ക്. നിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഏത് കോളേജിലാണ് പഠിച്ചത്? നിങ്ങൾ ശ്രദ്ധിക്കും, ഇവിടുത്തെ ആളുകൾ ഏത് കോളേജിൽ പഠിച്ചു, എത്ര വർഷത്തെ അനുഭവമുണ്ട്, ഇതൊക്കെ ചോദിക്കണ്ടേ?
ദൈവജ്ഞാനമുള്ളവന് മഹാരാജാവിൻ്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. നീ എൻ്റെ ഗ്രഹത്തിന് മേലെ എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഹൗസിൻ്റെ മാനേജരായിട്ട് നിന്നെ മാറ്റാൻ പോവാണ്. നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. അവിടെ ഇരുന്നോട്ട് 2 കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒരു മനുഷ്യൻ പൊട്ടക്കിണറ്റിൽ കിടന്ന് സഹോദരന്മാർ കളഞ്ഞ് പോത്തിപ്പറിൻ്റെ വീട്ടിൽ വന്ന് ആ പെണ്ണുമ്പിള്ള അവമാനിച്ച്, പെണ്ണ് കേസ് നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞ സ്ത്രീ വിഷയത്തിനകത്ത് പ്രശ്നമുണ്ടായി കാരാഗ്രഹത്തിൽ വന്ന് കിടന്ന് അപമാനിക്കപ്പെട്ട ഈ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ രാജകൊട്ടാരത്തിൽ നിന്നിട്ട് പറയുക, വയസ്സ് 10-30 ഉള്ളൂ. രാജാ പറയുക, ഞാനും എൻ്റെ പത്നിയും എൻ്റെ പിള്ളേരും എൻ്റെ റോയൽ ഫാമിലിയുടെയും ഈ മുഴു ഗ്രഹത്തിൻ്റെയും മാനേജർ നീയാണ്. തീർന്നിട്ടില്ല. നീ എന്തു പറയുന്ന പോലെ ഈ ജനം മൊത്തം അനുസരിക്കും എന്ന് പറഞ്ഞാൽ നീ യഹോവയെ സേവിക്കാൻ പറഞ്ഞാൽ ഉമ്മന് മൊത്തം അനുസരിച്ചോണം. ഒന്ന് സ്വപ്നം കാണാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ജനറേഷൻ നമ്മുടെ ഇന്ത്യയിൽ, അമേരിക്കയിൽ, ആഫ്രിക്കയിൽ, യൂറോപ്പിൽ, ലോകത്തിൻ്റെ രാജ്യങ്ങളിൽ, ഭരണസിരകളിൽ ജോസഫിൻ്റെ കമ്പനീസ് എഴുന്നേക്കണം. ജോസഫ് കമ്പനി, എ കമ്പനി ഓഫ് ജോസഫ്. ദേ ആർ വർക്കിംഗ് പീപ്പിൾ. ആരെ കൊണ്ടാണ്? നിങ്ങൾ ശ്രദ്ധിക്കേ, മിസ്രൈമിനെ ചലിപ്പിച്ചത് ദൈവം ഒരു പാസ്റ്ററെ കൊണ്ടാണോ, ഒരു പ്രവാചകനെ കൊണ്ടാണോ? മിസ്രൈമിനെ ദൈവം ചലിപ്പിച്ചത് ജ്ഞാനം പ്രാപിച്ച, ദൈവത്തിൻ്റെ കൂടെ നടന്ന് ജ്ഞാനം പ്രാപിച്ച ഒരു വർക്കിംഗ് മാൻ. He became the most popular person to reveal the true God, the very vast continent, very vast kingdom. What a privilege it is, brothers and sisters. I believe the kingdom of God is going to dominate. Religion എടുത്ത് ദൂരെ എറി. എന്തിനു കൊള്ളാം? വേഷവും ആചാരവും എടുത്ത് അയ്യത്തുകളാ. എന്നോട് പിണങ്ങരുത്. നമുക്ക് വേണം ഇതൊക്കെ. ഉപയോഗമില്ലാത്തതിന് എടുത്ത് അയ്യത്ത് കളഞ്ഞേക്കണം. കാരണം ഇവർക്കാർക്ക് ഈ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങാർക്ക് എന്താ അറിയാം? ഇങ്ങനെ ഏത് പള്ളിയിലെ മെമ്പറാണ്? ഇങ്ങനെ പാരമ്പര്യം എന്താ? വിഷ്ണം. ജനമല്ല, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നൊക്കെ വലിയ, ഇതിനൊക്കെ വലിയ സിംഹാസനത്തിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വലിയവൻ. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. സിംഹാസനം കൊണ്ട് മാത്രമാണ് ഞാൻ വലിയവൻ, അല്ല നീ തന്നെ എന്ന് പറഞ്ഞാൽ, അല്ല നീയാണ് എന്നെക്കാളും വലിയവൻ എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു മനുഷ്യൻ, ഒരു അടിമച്ചെറുക്കൻ, അപ്പൻ അമ്മയെ കൊച്ചിലേക്ക് നഷ്ടപ്പെട്ട കൊച്ചൻ, സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടവൻ, അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടവൻ, അന്യദേശത്ത് അപമാനിക്കപ്പെട്ടവൻ. The Bible says God was with him, the working man. ജോസഫിൻ്റെ ചരിത്രം നിങ്ങളിത് വായിക്കണം കേട്ടോ. രാജാവ് തൻ്റെ കയ്യിലെ മുദ്ര ഊരി രാജാവ് ജോസഫിൻ്റെ കയ്യിലോട്ട് ഇട്ട് കൊടുത്തു. ജോസഫ് കൈയിട്ടു, അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ച് ഒരു സ്വർണ്ണ സരപ്പളി അവൻ്റെ കഴുത്തിലിട്ടു. തൻ്റെ 2ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവെന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ച് മിസ്രൈമിനെ ഒക്കെയും അധിപതിയാക്കി. വർക്കിംഗ് മാൻ. നിങ്ങളൊരു നേഴ്സായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറായിരിക്കും, നിങ്ങളൊരു എൻജിനീയർ ആയിരിക്കും, നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആയിരിക്കും. So whatever the job you are doing, brothers and sisters, be strong there. ദൈവം നിങ്ങളെ അവിടെ തൻ്റെ ജ്ഞാനം കൊണ്ട് നിറച്ച് അവിടെ ദൈവം നിങ്ങളെ ഉയർത്തും. ഈ മെസ്സേജ് നിങ്ങളുടെ ലൈഫിനെ മാറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ കർത്താവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. നിങ്ങൾ ധൈര്യമായിട്ട് പറയണം, ഐ ആം അപ്പോയിൻറ്റഡ്. നിങ്ങളൊരു നേഴ്സാണോ, 100 കണക്കിന് കള്ളത്തരങ്ങൾ നടക്കുന്ന മെഡിക്കൽ ഫീൽഡിൽ നിങ്ങൾ വിശ്വസ്തതയുടെ പര്യായമായി മാറണം. നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആണോ, തിരിമറികളും കള്ളത്തരങ്ങളും അസഭ്യവുമായതെല്ലാം സംഭവിക്കുന്ന കാലത്ത് നിങ്ങളൊരു ജെന്യൂൻ പേഴ്സണായി മാറണം. കറപ്റ്റഡ് വേൾഡിൽ നിങ്ങൾ കറപ്റ്റഡ് ആവരുത്. നിങ്ങൾ അവരിൽ നിന്ന് വ്യത്യസ്തരായി നിൽക്കണം. നിങ്ങൾ നേരായിട്ട് നിന്നാൽ മതി, നിങ്ങൾ റൈറ്റായിട്ട് നിന്നാൽ മതി. നിങ്ങളുടെ സകല ആളുകളിൽ നിങ്ങൾ വ്യത്യസ്തരായി മാറും. കാരണം ഓൾമോസ്റ്റ് എവ്രി വൺ ഈസ് ഇൻ കറപ്ഷൻ. ബിസിനസ് വേൾഡിനെ തൊടും ദൈവം. അടുത്തത് പിന്നെ ഫറവോൻ യോസഫിനോട്, ഞാൻ ഫറവോനാകുന്നു, നിന്റെ കൽപ്പന കൂടാതെ മിസ്രൈം ദേശത്തെങ്ങും യാതൊരുത്തൻ്റെ കയ്യോ കാലോ അനങ്ങുകയില്ല. ഇതുപോലൊരു ഓഫർ ആർക്കാ കിട്ടാനുള്ളത്? ഞാനിത് വായിക്കുമ്പോൾ കരയാറുണ്ട് എല്ലാ പ്രാവശ്യവും. ലോർഡ്, ഇങ്ങനെ ജോസഫ് കമ്പനീസ് എഴുന്നേറ്റ് വരണം.
വർക്കിംഗ് മാൻ. നിങ്ങൾ ദാനിയേലിനെ എടുക്കുക, നിങ്ങൾ ബൈബിൾ മൊത്തം എടുക്കുക, ഓൾ ബൈബിൾ എടുത്തു. നിങ്ങൾ എലൈജ എടുത്തോ, എലീഷ എടുത്തോ, നിങ്ങൾ ശ്രദ്ധിക്കുക, ലോകത്തിലെ ബൈബിളിൽ ഏറ്റവും വലിയ പ്രവാചകൻ ഏലിയാ പ്രവാചകനാണ്. ഏലിയാ പ്രവാചകൻ ചെയ്യാത്തതാണ് ജോസഫ് ചെയ്തത്. ഏലിയാ പ്രവാചകൻ ആകാശത്ത് മഴയെ അടച്ചു, ക്ഷാമമുണ്ടാക്കി, കാര്യങ്ങളൊക്കെ അത്ഭുതകരമൊക്കെ ചെയ്തു. പക്ഷേ ഏലിയാവ് ചെയ്യാത്ത കാര്യമാണ് ജോസഫ് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരു ഫുൾ ടൈം ശുശ്രൂഷകന് ചെയ്യാൻ പറ്റാത്തത് ഒരു സെക്യുലർ ജോബിൽ ഇരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് വേണ്ട, അല്ലെങ്കിൽ സുവിശേഷ വേല കൊള്ളത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇതെല്ലാം കളഞ്ഞിട്ട് കർത്താവിൻ്റെ വേലക്ക് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. കർത്താവിൻ്റെ വേല നിങ്ങൾ ഇരിക്കുന്ന ആ നേഴ്സ് ആശുപത്രി ചെയ്താൽ മതി, ഇങ്ങോട്ട് വരണം. ഇവിടെ യുവമാരെ കൊണ്ട് ഇരിക്കാൻ വയ്യ. ഇപ്പം നിങ്ങളായിരിക്കുന്ന കുഞ്ഞു ജോലിയായിരിക്കും, അവിടെ നിങ്ങൾ ശോഭിക്കണം. ഞാൻ ഇന്ന് ഈ പറയുന്ന കാര്യം നിങ്ങളുടെ ലൈഫിനെ മാറ്റും. ബിസിനസ് ഇൻഫ്ലുവൻസിങ് വേൾഡിനെ സ്പർശിക്കുന്നു ദൈവരാജ്യം. ബിസിനസ് വേൾഡിനെ തൊടുകയാണ്. ഡാനിയൽ, ഹി വാസ് നോട്ട് എ പാസ്റ്റർ. ഹു വാസ് ഹി? അവനാരാണ്? ദ നമ്പർ 1 സെക്രട്ടറി, IAS ഓഫീസറാണ്. അതായത് നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ബാബിലോണിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഡാനിയൽ. ആ ഡാനിയലിന് ദൈവം പ്രൊഫസി കൊടുത്തു. ദാനിയേൽ ഒരു പുസ്തകം എഴുതി. ഹി വാസ് നോട്ട് എ ഫുൾ ടൈം മിനിസ്റ്റർ ഓഫ് ഗോഡ്. ഹി വാസ് എ ഫുൾ ടൈം സെക്യുലർ ജോബിലാണ്. ബട്ട് മറ്റാരെക്കാളും വലിയ കാര്യങ്ങൾ ചെയ്തു. സ്റ്റിൽ ടുഡേ ഡാനിയലിൻ്റെ മെസ്സേജുകളാണ് നമ്മൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ബിഷപ്പും അസിസ്റ്റന്റ് ബിഷപ്പും ഒന്നുമല്ല. ദേ ആർ ആ രാജ്യത്തിൻ്റെ സെക്രട്ടറിമാരാ. നിങ്ങൾ ബൈബിൾ മൊത്തം വായിക്കേ. ദൈവം സെക്കുലർ വേൾഡിനെ ഹോണർ ചെയ്യുന്നു. ദൈവത്തിൻ്റെ വേലക്കാരെല്ലാവരും, നല്ലൊരു ശതമാനവും പൂർണ്ണസമയ സുവിശേഷ വേല, അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, ഈ 5-fold മിനിസ്ട്രിയിൽ ഉള്ളവർ ഒഴികെ ബാക്കി സകല ആളുകളും സെക്കുലർ വേൾഡിലാണ് ദൈവരാജ്യത്തിൻ്റെ പ്രൊപ്പഗേറ്ററായി മാറിയിരിക്കുന്നത്. യു ക്യാൻ ഇൻഫ്ലുവൻസ് യുവർ സൊസൈറ്റി, യു ക്യാൻ ഇൻഫ്ലുവൻസ് യുവർ ഫാക്ടറി, യു ക്യാൻ ഇൻഫ്ലുവൻസ് യുവർ ഹോസ്പിറ്റൽ. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മൾ ഏതൊരു മനുഷ്യനും 2 കാര്യം ഞാനിപ്പോഴും പറയാറുണ്ട്. കറപ്ഷനുള്ള ഏറ്റവും 2 പ്രധാന കാര്യം: 1 ആഹാരം കഴിക്കുന്ന ഹോട്ടലുകൾ, 2 രോഗികളെത്തുന്ന ആശുപത്രികൾ. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കറപ്റ്റഡ് ആയിട്ടുള്ള 2 മേഖലകളാണ് ഇത് രണ്ടും. നമ്മൾ ആഹാരം കഴിക്കാൻ എടുക്കുന്ന ഹോട്ടലിൽ ഡു നോട്ട് തിങ്ക് ദാറ്റ് അവരെല്ലാം നൽകുന്നത് നല്ല പെർഫെക്റ്റ് ആണ്. ബിസിനസ്സിന് വേണ്ടി ഏത് മായവും കലർത്തി പാവം ജനങ്ങളുടെ വിശപ്പിന് വേണ്ടി വന്നിരിക്കുന്നവനെ, ആഡംബരത്തിന് വേണ്ടി അല്ലല്ലോ ഹോട്ടലിൽ വരുന്നത്. അങ്ങനെയുള്ള ആളുകൾ, അതായത് അഴുക്ക് കൊടുക്കുക, പഴകിയതും പന്നലും ചീഞ്ഞതും ഒക്കെ കൊടുത്ത് ബിസിനസ് നടത്തുന്ന ഹോട്ടൽ വ്യാപാരികൾ നല്ലൊരു ശതമാനവും ഇന്നറിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വെളിയിൽ നിന്ന് ആഹാരം കഴിക്കത്തില്ല. കറപ്റ്റഡ് വേൾഡാണ്. അതുപോലെ തന്നെയാണ് ആശുപത്രികൾ. ഏറ്റവും നല്ല മാന്യരായ ജോലിക്കാരല്ലേ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എക്സിക്യൂട്ടീവ്സാണ്, ഹൈലി എക്സിക്യൂട്ടീവാണ്, നല്ല വിദ്യാഭ്യാസം, ഉയർന്ന പദവി. പക്ഷേ അതിൽ നല്ല 75% ഓഫ് ദ ഡോക്ടേഴ്സ് ആർ കറപ്റ്റഡാണ്, മണി മൈൻഡഡാണ്. അവർ നിൽക്കുന്ന ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ കറപ്റ്റഡാണ്. ഞാനിത് പറയുന്നത്, നിങ്ങൾ എനിക്കെതിരെ മാനനഷ്ടം ആരെങ്കിലും കൊണ്ട് കൊടുത്താലും കുഴപ്പമില്ല, കറപ്റ്റഡാണ്. കാരണം നീ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോയാൽ നിന്റെ ശരീരം മൊത്തം അവർ പരിശോധിക്കും. ഇതെല്ലാം കറപ്ഷനാണ്, ഇത് മുഴുവൻ കറപ്ഷനാണ്. അപ്പം നിന്റെ വീട്ടിലൊരു ഡോക്ടർ എഴുന്നേറ്റ് വാ, എന്നിട്ട് ഈ കറപ്റ്റഡ് വേൾഡിൽ കറപ്ഷൻ ഇല്ലാത്തവനായി ജീവിക്കുന്ന ഒരു തലമുറയെ നീ വാർത്തെടുക്കുക. ഒരു രോഗി മരിച്ചെന്നറിഞ്ഞാൽ പോലും പിന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മമ്മി ലോകത്തോട് വിട പറഞ്ഞു. ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കാർഡിയാക് അറസ്റ്റ് വന്ന് എൻ്റെ വൈഫിൻ്റെ അമ്മ കാർഡിയാക് അറസ്റ്റ് വന്നു. അവിടെ നിന്ന് ഒരു ജൂനിയർ ഡോക്ടർ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയാതെ പറഞ്ഞു സംഭവം കഴിഞ്ഞു. ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾക്കറിയാമോ, അന്ന് ആ നടന്ന സമയം മുതൽ അങ്ങോട്ടുള്ള ഒരു 2-3 മണിക്കൂർ നല്ല ഒന്നാന്തരം ഡ്രാമയാണ് നടന്നത്. കലാമണ്ഡലംകാർ നടത്താത്ത ഡ്രാമ.
ഏറ്റവും നല്ല വിദ്യാസമ്പന്നരും മാന്യന്മാരുമായ ശ്രേഷ്ഠന്മാരുമായ ഡോക്ടർമാർ ഏറ്റവും നല്ല മാന്യമായ നാടകം കളിച്ചു. എന്തോ നാടകം? അത് വെന്റിലേറ്ററിൽ ഇരുന്നു, പിന്നെ അതിനകത്ത് പിന്നെ എന്തൊക്കെയോ ചേർക്കുന്നു, അത് ചെയ്യുന്നു, വീണ്ടും ചെയ്യുന്നു. ഓൾറെഡി ഹാപ്പൻഡാണ്, നടന്ന കാര്യമാണ്. സംഭവിച്ചിത് തീർന്നു എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? ആ സമയം മുതൽ, ഞങ്ങളിത് പറയാൻ ശ്രദ്ധിക്കണേ, ആ സമയം മുതൽ ഓൾറെഡി കർത്താവ് പ്രാണനെ എടുത്തു കഴിഞ്ഞു. പക്ഷേ ഈ ശരീരത്തിൽ അകത്ത് വീണ്ടും ഇവരുടെ മാജിക്, ഇവരുടെ മെഡിക്കൽ ഡ്രാമ, ബിസിനസ് വേൾഡ് കറപ്റ്റഡ്. ഞാൻ ഈ പറഞ്ഞ നമ്മൾ എന്ത് ധൈര്യത്തിലാണ് ഇവിടുത്തെ ആശുപത്രികളിൽ പോകുന്നത്? കറപ്റ്റഡാണ്. മെഡിക്കൽ ഡ്രാമ നടത്തുക, പിന്നെന്ന് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അവസാനം ബില്ല് അതെന്തറിയാമോ? 1,75,000 രൂപ 2 മണിക്കൂറത്തെ ചെലവ്. പ്രാണൻ പോയ ശേഷം അവർ പ്രാണൻ പോയി എന്ന് പറയുന്ന സമയത്തിനിടയ്ക്ക് നടന്നതാണ് 1,75,000 രൂപയുടെ ചികിത്സ. എന്ത് ചികിത്സ? ഇത് വാങ്ങി തിന്നുന്ന ഡോക്ടറും അവൻ്റെ കുടുംബവും ഒരു കാലത്തും അവന്മാർ ഗതി പിടിക്കത്തില്ല. അവനും അവൻ്റെ തലമുറയും ശാപത്തിൽ നിന്ന് ശാപത്തിലേക്കേ പോകത്തുള്ളൂ. ഇത് ഞാൻ മാത്രമല്ല, ഇതുപോലെ 100 കണക്കിന് കറപ്റ്റഡ് വേൾഡാണിത്. ബിസിനസ് വേൾഡ് കറപ്റ്റഡ്. ഇതിൻ്റെ നടുവിൽ സത്യസന്ധരായ, ദൈവാത്മാവുള്ള, നിർമ്മലതയുള്ള ദൈവരാജ്യത്തിൻ്റെ പൗരന്മാർ ഇതിൻ്റെ തലപ്പത്ത് വരണം. ഇവിടുത്തെ മെഡിക്കൽ വഴി ഏറ്റവും ഡീസൻറ്റ് കൊള്ളക്കാരുള്ള സ്ഥലമാണ്. ഏറ്റവും ഡീസൻറ്റ്. നമ്മുടെ റോഡിൽ നിന്ന് മാല വഴിച്ച് പൊട്ടിച്ച് ഓടുന്നവരെക്കാൾ അധമന്മാരാണ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ. കഴിയുമെങ്കിൽ നിങ്ങളൊരു ആശുപത്രി പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പകുതി ജീവനോടെ പോകുന്ന നിന്റെ കാൽഭാഗം ജീവനോടെ എടുത്ത് കളഞ്ഞിട്ട് അവർ വിടത്തുള്ളൂ. കാരണം എല്ലായിടവും കറപ്റ്റഡാണ്. ഈവൻ ബിസിനസ് വേൾഡ് മൊത്തം കറപ്റ്റഡാണ്. മായങ്ങൾക്ക് ഇപ്പം മായമല്ലേ മൊത്തം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഏതാ പെർഫെക്റ്റ് ആയിട്ടുള്ളത്? ഏതാ പെർഫെക്റ്റ്? നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഇപ്പോൾ ഓർഗാനിക് എന്ന് പറയുന്ന സാധനങ്ങൾ ഒന്നും ഓർഗാനിക് അല്ല, എല്ലാം മായം ചേർത്ത ശരീരത്തെ നശിപ്പിക്കും. ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിൽ ഇവിടെയാ ദൈവരാജ്യത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടത്. ഇവിടെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ബിസിനസ് പീപ്പിൾ വരണം, സത്യസന്ധരായ ആളുകൾ വരണം. ജെന്യൂൻ. നിങ്ങളുടെ വീടുകളിൽ വളർന്ന് നിങ്ങളുടെ മക്കളെ നോക്കിയിട്ട് നിങ്ങൾ പ്രവചിക്കേ സത്യസന്ധരായ ആളുകൾ വരണം. ഞാൻ പറഞ്ഞല്ലോ, ഐ ഹേറ്റ് ദിസ് മെഡിക്കൽ വേൾഡ്. ഐ ഡോണ്ട് ലൈക്ക് ദിസ് മെഡിക്കൽ വേൾഡ്. നിങ്ങൾ ഒരുപാട് പേര് അതിനകത്ത് ഒരു പക്ഷേ അങ്ങനെ കാണുന്നവർ കാണും. പക്ഷേ ഇതിനകത്തൊരു നല്ല ഒരു 25% ഡോക്ടേഴ്സ് ആർ വെരി ജെന്യൂൻ. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. നമ്മുടെ മണർകാട് ഒരു അച്ഛൻ, ഞാൻ ബഹറിലായിരുന്നപ്പോഴാണെന്ന് തോന്നുന്നു, അദ്ദേഹം, ഞാൻ ഇരുന്ന വീട്ടിൽ അദ്ദേഹം വന്നു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മണർകാട് പള്ളിയിലെ ഒരു അച്ഛനാണ്. അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിന് കുറച്ച് ദിവസമായി ഹാർട്ടിന് ഒരു താഴ്ഭാഗത്തൊരു വലിയ വേദന, ചെറിയ വേദന, നടക്കുമ്പോഴൊക്കെ ഒരു വേദന. കോട്ടയത്തുള്ള ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ട്, ഞാനിത് ശ്രദ്ധിക്കണം നിങ്ങൾ, കോട്ടയത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെടുത്ത് പറഞ്ഞു. ഡോക്ടർ എന്തോ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു വേറെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിനേക്കാളും വലിയ ഉയർന്ന ഒരു വേറെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അങ്ങനെ 4 ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ ഒടുവിൽ ഒരു റിസൾട്ട് വന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ബൈപ്പാസ് വേണം. എത്രയോ ലക്ഷം രൂപ ആവശ്യമുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇത്ര ഇപ്പോൾ കൊടുക്കാനൊന്നുമില്ല, ഇത്രയും കൊടുക്കാനില്ലാത്തതുകൊണ്ട് താനെ ആ രോഗാവസ്ഥയിൽ തന്നെ കുറേ നാളുകൾ കഴിഞ്ഞപ്പം സൗദി അറേബ്യയിലേക്ക് പോയി. സൗദിയിൽ താനിങ്ങനെ സുവിശേഷത്തിന് വേണ്ടി താൻ പോയതാണ്. അവിടെ മെസ്സേജ് കൊടുക്കാനായിട്ട് പോയി. തൻ്റെ മണർകാട് പള്ളിയിലുള്ള ഒരു സഹോദരൻ സൗദിയിൽ ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ ക്ലിനിക്ക് നടത്തുന്ന ഈ സഹോദരനെ പോയി കണ്ടു. വൈദവേൽ ഇങ്ങനെ അദ്ദേഹം വന്നു എന്ന് അറിഞ്ഞുകൊണ്ട് കൊണ്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളിയോട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് ബൈപ്പാസിന് വെച്ചിരിക്കുകയാണ്, എന്തോ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. അവസാനം ഇദ്ദേഹം അവിടുത്തെ ക്ലിനിക്കിൽ ഒരു ചെറിയ പരിശോധന നടത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഇത് വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ ഒരു ഡയഫ്രം ഈ ഹാർട്ടിൻ്റെ തൊട്ട് താഴെയുണ്ട്. പുള്ളി പറഞ്ഞാണേ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പുള്ളി പറഞ്ഞു അങ്ങനെ ഒരു വേർതിരിക്കുന്നൊരു ഭാഗമുണ്ട്. അച്ഛൻ്റെ
ഈ സ്റ്റൊമക്ക് ഇച്ചിരി വലുതായതുകൊണ്ട്, ഇച്ചിരി ഫാറ്റി ആയതുകൊണ്ട് ആ ഭാഗത്തൊരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നു. അതിൻ്റെ വേദനയിലാണ് ഇതുണ്ടാകുന്നത്. ഇത് ഹാർട്ട് രോഗമൊന്നുമല്ല, ഒരു ബൈപ്പാസിൻ്റെ ആവശ്യമില്ല. പുള്ളി പറഞ്ഞ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്, അവൻ പറഞ്ഞത് നീ പോയി ഒരു 25 പൈസയുടെ മിഠായി വാങ്ങിച്ച് വായിലിട്ടുകൊണ്ട് നടന്നാൽ മതി, പ്രശ്നം തീരുമെന്ന്. മനസ്സിലായോ? കോട്ടയത്തെ വലിയ വലിയ പ്രമുഖന്മാർ എന്ന് പറഞ്ഞാൽ മൂത്ത കള്ളന്മാർ, അമ്മമാർ പറഞ്ഞു കീറണമെന്ന്, എന്നാലല്ലേ ലക്ഷങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ അച്ഛൻ ഈ ചെറുക്കനോട് ചോദിച്ചു, നീ എന്താടാ, നിനക്കിതെങ്ങനെ മനസ്സിലായി? ഇത്രയും കഴിവുള്ള നീ പിന്നെ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? പുള്ളി പറയാ, ഇത്രയും കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ അറബി നാട്ടിൽ വന്ന് കിടക്കേണ്ടി വന്നത്. ബൈപ്പാസിന് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് കോട്ടയത്ത് ജോലി ചെയ്യാമായിരുന്നു എന്നാ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതുപോലെ കറപ്റ്റഡാണ്. നിങ്ങൾ ദൈവതുല്യമായിട്ട് സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന പലരും ചെകുത്താന്മാരാണ്. കറപ്റ്റഡ് വേൾഡിലാണ് നിങ്ങൾ ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ബിസിനസ് വേൾഡ് ഒരു ഭാഗത്ത് ഫുള്ളി കറപ്റ്റഡ്, ഡാർക്കൺഡ്, കൺട്രോൾഡ് ബൈ ഡീമൻസ്. സോ ദ ചർച്ച് ഹാസ് ടു റൈസ് അപ്പ്. ട്രൂ ഡോക്ടേഴ്സ്, നല്ല ന്യൂറോ സർജൻസ്, നല്ല ക്യാൻസറിനെ ഓൺകോളജി ഡോക്ടേഴ്സ്, നല്ല പവർഫുൾ ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, ജെന്യൂൺ ഡോക്ടേഴ്സ് ക്രൈസ്തവ സഭയിൽ നിന്ന് എഴുന്നേറ്റ് വരണം. ചെന്നായ്ക്കളാണ് ഈ ആടുകളെ കാണുമ്പോൾ മാംസത്തിൽ കൊതിക്കുന്നത്. അതുപോലെയാണ് ഇന്നത്തെ വേൾഡ്. ഞാനിത് 1-2 ഉദാഹരണം പറഞ്ഞു. മെഡിക്കൽ വേൾഡ് വളരെ ക്ലിയർ ആയിട്ട് കറപ്റ്റഡാണ്. എക്കണോമിക്കൽ വേൾഡ് കറപ്റ്റഡാണ്. എല്ലാ വേൾഡും കറപ്റ്റഡാണ്. നമ്മൾ പാവങ്ങൾ ഈ ഡ്രാമ കണ്ടിട്ട് വായടച്ചു വെക്കാം. ദ ചർച്ച് ഹാസ് ടു റൈസ് അപ്പ്. കിങ്ഡം ഹാസ് ടു ഡോമിനേറ്റ് ദിസ് ഓൾ കറപ്ഷൻസ്. നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുണ്ടെങ്കിൽ പഠിപ്പിക്കുക, പ്രാർത്ഥിച്ച് പഠിപ്പിക്കുക. അവൻ്റെ തലയിൽ കൈവച്ച് അവൻ്റെ ദൈവജ്ഞാനം പകരട്ടെ. അവനെ ഡൊണേഷൻ കൊടുത്തല്ല പഠിപ്പിക്കേണ്ടത്, നല്ല മാർക്കിൽ മെറിറ്റിൽ പഠിപ്പിക്കുക. ഡൊണേഷൻ കൊടുത്ത് 1 കോടിയും 2 കോടിയും കൊടുത്ത് ഡോക്ടർമാരായമാരായി കള്ളന്മാരായിട്ട് ഇങ്ങനെ നടക്കുന്നു. കാരണം നിന്നെ കാണുമ്പോഴേ അവൻ്റെ 1 കോടി 10 കോടി ആക്കാൻ വേണ്ടി നിൻ്റെ പോക്കറ്റ് തപ്പും. ചെല്ലുമ്പോഴേ ചോദിക്കും ജോലി ഉണ്ടോ എന്ന് പറഞ്ഞാൽ, ജോലി ഉണ്ടെങ്കിൽ ഇത് എസ്പെഷ്യലി ഇൻ കേരളയാണ്, കേരളത്തിലാണ് ഇത് കൂടുതൽ. മറ്റു കാലത്ത് കഴിഞ്ഞാൽ വേലത്തരം കഴിഞ്ഞാൽ പണിയാവും. കാരണം എനിക്ക് അമേരിക്കയിൽ ഒരു ഡോക്ടറുണ്ട്, അവർ അടുത്ത് സംസാരിച്ചപ്പോൾ ഒരിക്കൽ പറഞ്ഞത്, അമേരിക്കയിലെ ഡോക്ടേഴ്സിനേക്കാളും വാല്യൂ അവിടുത്തെ പേഷ്യൻസിനാണ്. അമേരിക്കയിലെ ഡോക്ടേഴ്സിനേക്കാളും വാല്യൂ അവിടുത്തെ പേഷ്യൻസിനാണ്. പേഷ്യൻസ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്താൽ നിയമ നടപടി അന്നേരം ഡോക്ടർക്കെതിരെ ഉണ്ടാവും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പേഷ്യൻ്റ് ചത്താലും പേഷ്യൻറ്റിൻ്റെ സകല പൈസയും മൂട്ടിച്ചാലും അവനെ അകത്തുകൊണ്ട് കുത്തി കൊന്നാലും മാന്യന്മാരായ നമ്മുടെ MBBS മഹാന്മാർ ഞെളിഞ്ഞു കിടക്കും. കാരണം ഇവിടുത്തെ ഓൺലി പൊളിറ്റിക്കൽ പീപ്പിൾ കറപ്റ്റഡ് ആയിട്ടുള്ള ജുഡീഷ്യറി വിൽ ഓൾവേസ് സപ്പോർട്ട് ദീസ് ഓൾ സ്റ്റുപ്പിഡ് ലൂട്ടസ്. അപ്പം ഞാൻ പറഞ്ഞത് ജെന്യൂൻ ആളുകൾ വരണം. അതുകൊണ്ട് ഐ വോണ്ട് ഗോ ആഫ്റ്റർ എ ഡോക്ടർ. ഒരു ഡോക്ടറെ കാണുമ്പോൾ ഞാൻ പകുതി കുഞ്ഞാടായിട്ടും പകുതി ഒരു ഫോക്സായിട്ട് ഞാൻ കാണുന്നത്. കാരണം എൻ്റെ മാംസം തിന്നാനായിട്ടാണോ വരുന്നതെന്ന് നോക്കും. ഇവിടെ ദൈവമക്കൾക്ക് ജ്ഞാനം വേണം. എസ്പെഷ്യലി ക്രിസ്ത്യൻസ് ഷുഡ് ഹാവ് ദ വിസ്ഡം ടു ഡിസേൺ ഓൾ ദീസ് തിങ്സ്. യു മസ്റ്റ് ബിവെയർ ഓഫ് ഇറ്റ്. കാരണം ഇവരെല്ലാവരും ബെനിഫിറ്റിന് വേണ്ടിയാണ് നിൽക്കുന്നത്. സർവീസ് ബെനിഫിറ്റായി മാറി. കറപ്റ്റഡ് വേൾഡ്, ബിസിനസ്സിൽ കറപ്ഷൻ. സോ ദാറ്റ്സ് വാട്ട് ഐ എം സേ. True workers, genuine nurses, genuine doctors, genuine hotel workers, genuine business people. Rise up. വരും. ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഫ്യൂച്ചറിൽ സംഭവിച്ചിരിക്കും. കാരണം വേൾഡ് വിൽ ഓൾവേസ് സീക്കിംഗ് ദ ജെന്യൂൻ പീപ്പിൾ. ലോകത്തിന് കറപ്റ്റഡ് ആളുകളെയല്ല വേണ്ടത്, സത്യസന്ധന്മാരെയാണ് വേണ്ടത്. എൻ്റെ കേൾവിക്കാരിൽ അങ്ങനെയുള്ള ആളുകളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നാളെ ഇത് കേൾക്കുന്നവരിലും, ഇതിപ്പോൾ മീഡിയയിലോട്ട് ഇടുക, വേൾഡിൽ നാളെ ഇത് കേൾക്കുന്നവരിലും ഇത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അത് ചെയ്യും. കുറച്ച് ലോങ് ആയെന്ന് എനിക്കറിയാം. ഇതൊരു ഇൻട്രോയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് വലിയ ഒരുപാട് സിസ്റ്റം, ഒരുപാട് മാനേജ്മെൻറ്റ്, ഒത്തിരി കാര്യങ്ങൾ വെച്ച് ഡിവൈഡ് ചെയ്ത് പഠിപ്പിക്കാനുള്ളതാണ്. എങ്കിലും ഞാൻ ആ ഭാഗങ്ങളൊന്നും പോകുന്നില്ല. കർത്താവ് തൻ്റെ മഹത്വത്തെ ഈ എക്കണോമിക്കൽ വേൾഡിൽ വെളിപ്പെടുത്തും.
So this is the most influential mountain in the world. So the kingdom has to dominate the business world. അതിന് ചെയ്യേണ്ടത് the kingdom citizens has to focus on their work and do your kingdom work there in your work site. So ദൈവം നിങ്ങളുടെ വർക്കിംഗ് പ്ലേസിലുണ്ട്. God Emmanuel is with you. നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലിക്കാണ് യേശുവിൻ്റെ കരമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിശ്ചയമായിട്ടും ഞങ്ങളുമായിട്ട് ഇതിനകത്ത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ അപ്രിസിയേഷൻസിനെല്ലാം നന്ദി, നിങ്ങളുടെ കറക്ഷൻസിന് നന്ദി. നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്തത് ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. നമ്മളാരും വിമർശനങ്ങൾക്ക് അപ്പുറത്തല്ല. ലെറ്റ് എസ് സ്റ്റാൻഡ് ഫോർ ദ റിയാലിറ്റി. നമുക്ക് ജെന്യൂൻ ആകാം, സത്യസന്ധരാകാം, സത്യത്തിന് വേണ്ടി നിൽക്കാം, ദൈവരാജ്യത്തിൻ്റെ പണിക്കാരാകാം. ബിസിനസ് വേൾഡ് ഇത് മനസ്സിൽ വെക്കുക. ഇതായിരിക്കണം നമ്മുടെ ചിന്ത. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു, കർത്താവിൻ്റെ വേല എന്ന് പറഞ്ഞാൽ ചാടി ഇങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ നിൽക്കണം. നിങ്ങളുടെ ആരെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങാൻ പോകുന്നെങ്കിൽ അവനോട് പറയണം, മര്യാദയ്ക്ക് പോയി നിൻ്റെ പണി ചെയ്യണമെന്ന് പറയണം. അവനെ മേലാൽ ഇതിനകത്തോട്ട് വിട്ടത്. ഇവിടെ ആളുകളെ കൊണ്ട് നിൽക്കാൻ വയ്യ. ഇവിടുന്ന് ആളുകളെ ഇപ്പോൾ കുറച്ച് പേരെ പിരിച്ചുവിടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ബിഷപ്പുമാരും പാസ്റ്റർമാരും ചെയ്യണം. അതുകൊണ്ട് നമുക്ക് സത്യത്തിന് വേണ്ടി നിൽക്കാം, ജെന്യൂൻ ആകാം. നമുക്ക് മൊത്തം കറപ്ഷനാണ്. നമുക്ക് സത്യത്തിന് വേണ്ടി നിൽക്കാം. കാരണം സമ്പന്നനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എനിക്കറിയാം, ഞാൻ ഈ പറയുന്ന ഈ 7 ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഈ വിഷയം, ഇതിൻ്റെ എല്ലാം ഞാൻ പറയുന്നില്ല എന്നുള്ള കാര്യം ഞാൻ വീണ്ടും പറയുന്നു. അപ്പോൾ റോൾ ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് നമ്പർ 1 നന്നായിട്ട് പഠിക്കുക, ലഭിക്കുന്ന എല്ലാ റിസോഴ്സും ഉപയോഗിക്കുക. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യം വന്നേക്കാണ്. നമ്മുടെ സുരേഷ് ബ്രദറിൻ്റെ മോളാന്ന് തോന്നുന്നു. നന്നായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, കർത്താവ് ഹെൽപ്പ് ചെയ്യും. കർത്താവ് ഹാർഡ് വർക്കേഴ്സിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. കാരണം അതായത് മഴ പെയ്തു, മഴയില്ലായിരുന്നു, കൃഷി ഭൂമിയില്ല, കാരണം മനുഷ്യനില്ലാത്തത് കൊണ്ട് മഴ പെയ്തില്ല. പഠിക്കാൻ ഒരാൾ തയ്യാറായാൽ ദൈവം ജ്ഞാനം തരും. അന്വേഷിക്കാൻ തയ്യാറായാൽ ദൈവം കണ്ടെത്താനുള്ള അവസരം ഒരുക്കും. സോ മോള് നന്നായിട്ട് പഠിക്കുക. സ്റ്റുഡൻസ് എസ്പെഷ്യലി നന്നായിട്ട് പഠിക്കണം. വലിയ ലക്ഷ്യങ്ങൾ മാത്രമേ മുമ്പിൽ കാണാവൂ. വലിയ ലക്ഷ്യങ്ങൾ. ഈ ലോകത്ത് ഏത് ഹൈറ്റിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും, അതിനുള്ള എല്ലാ റിസോഴ്സസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ നിൽക്കുക, നന്നായിട്ട് പ്രവർത്തിക്കുക, കർത്താവ് തുണ നിൽക്കും. ആ ഒറ്റ വാക്കിൽ ഞാൻ സ്റ്റുഡൻസിനോട് പറയുകയാണ്. ഇപ്പം എസ്പെഷ്യലി ഇപ്പം പഠനത്തിലേക്ക് കയറുകയും ചെയ്യുകയാണല്ലോ. ഇപ്പം അടുത്ത ദിവസം ഞാൻ എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിച്ചോളാം. കാരണം അതൊരു വലിയ മൗണ്ടനാണ്. ആ ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ കാര്യങ്ങൾ ബോധ്യമാകും. എനിവേ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയം തുറന്ന് നിങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നമുക്ക് ഇനിയൊരു തലമുറയെ നമുക്കിനി വിടരുത്. ഞാൻ ഇതിന് റോഡിന് കുറുകെ നിൽക്കുകയാണ്. 100% ഒരു ബലിയാടിനെ പോലെ, ഒരു എന്താ പറയുന്നത്, ഈ പാപഭാരം ചുമന്നുകൊണ്ട് പോകുന്ന ആടിനെ പോലെ ഈ ആത്മലോകത്തിൻ്റെ നടുവിൽ കയറി നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനിയും ഒരു ചതി ഈ ക്രിസ്തീയ ലോകം സംഭവിക്കരുത്, ഒരു ചെറുപ്പക്കാർക്ക് സംഭവിക്കരുത്. ദൈവം നിങ്ങൾക്ക് ഏൽപ്പിച്ച സ്ഥലത്ത് നിങ്ങൾ ശോഭിക്കണം. ബിസിനസ് വേൾഡിലെങ്കിൽ ബിസിനസ് വേൾഡിൽ ശോഭിക്കണം. സുവിശേഷ വേലയെങ്കിൽ ജെന്യൂനായിട്ട് ചെയ്യണം. ആരിൽ നിന്നും അവരുടെ പണം എനിക്ക് കിട്ടണം. അപ്പം സുവിശേഷ വേലക്കാരോട് ഒരു വാക്ക് ഞാൻ പറയും, അടുത്തിരിക്കുന്നവൻ്റെ പണം നിൻ്റെ പോക്കറ്റിൽ വരാൻ വേണ്ടി നീ പ്രസംഗിക്കരുത്. പ്ലീസ്. ഒരാളെ കളിപ്പിക്കാൻ വേണ്ടി നീ ഒരിക്കലും നീ ചെയ്യരുത്. എനിക്ക് എൻ്റെ ലൈഫിൽ ഒരിക്കലും ഒരു അബദ്ധം പറ്റി. അതിങ്ങനെയായിരുന്നു. ഞാൻ ബഹറിലായിരുന്നപ്പം ഈ കൊടുക്കുന്ന കാര്യം ഞാൻ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഇപ്പം ആളുകളൊക്കെ ഇരുന്ന സമയം, അതാണ് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ്. അത് തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല, അത് വലിയ തെറ്റുമല്ല. അപ്പോൾ ഈ പ്രൈവറ്റ് കോൺവെർസേഷനില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, കർത്താവിൻ്റെ നാമത്തിന് നമ്മൾ എന്ത് കൊടുത്താലും ദൈവം അതിന് പ്രതിഫലം തരും, നിശ്ചയമായിട്ടുമാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. സത്യത്തിൽ അതിനകത്ത് ആരെങ്കിലും എനിക്ക് കുറേ കാശ് കൊണ്ട് തരണമെന്നൊന്നും വിചാരിച്ചല്ല. ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഇൻഫ്ലുവൻസ് ആയിട്ട് ഒരു ഭാര്യയും ഭർത്താവ് നോർത്ത് ഇന്ത്യക്കാരാണ്. അവർ 100 ദറംസ് എനിക്ക് കൊണ്ട് തന്നു.
സത്യം പറഞ്ഞാൽ അത് വാങ്ങിച്ചപ്പോൾ പോലും എനിക്ക് ഭയങ്കര മനസാക്ഷി കുത്താണ്. 100 ദിർഹംസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 10,000 രൂപ ഉണ്ടായിരുന്നു. 10,000 രൂപ, 100 ദിർഹംസ്. ആ 100 ദിർഹംസ് ഞാൻ വാങ്ങി. ഇന്നും എനിക്ക് മനസാക്ഷി കുത്തുണ്ട്. നോർത്ത് ഇന്ത്യ എനിക്ക് അവരെ അറിയത്തുപോലുമില്ല. ഞാൻ എൻ്റെ ശുശ്രൂഷ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് എനിക്ക് തോന്നിയ അതാണ്. കാരണം ഞാൻ ആ പറഞ്ഞത് അവർക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടോ, അതിനകത്ത് അവർ മോട്ടിവേറ്റഡ് ആയതാണോ, അതുകൊണ്ടാണോ അവർ ചെയ്തേ? ഞാൻ എൻ്റെ നിർമ്മല മനസാക്ഷിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും നാളിനിടയ്ക്ക് ഞാൻ ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അവരാരെങ്കിലും ഇത് കേട്ടിട്ട് വരാമെങ്കിൽ അവരെന്നെ നിന്ന് വാങ്ങിച്ചാൽ ഞാൻ പലിശ സഹിതം തന്നേക്കാം. കാരണം അത് തെറ്റായിട്ടല്ല ഞാൻ ചെയ്തത്, കളിപ്പിച്ചതുമല്ല. പക്ഷെ അങ്ങനെ ഒരു കോൺവെർസേഷനിൽ അവരത് പ്രോംപ്റ്റഡ് ആയോ, അത് എൻ്റെ ഒരു വാക്ക് വശീകരണ വാക്ക് പോലെ ആയോ എന്നൊരു സംശയം എനിക്കിപ്പോഴും ഉണ്ട്. അപ്പോൾ സുവിശേഷ വേലക്കാർ കർത്താവിൻ്റെ വേല നന്നായിട്ട് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു മെസ്സേജ്, ഒരു സങ്കീർത്തനത്തിൻ്റെ ഒരു വരിയും എടുത്തുകൊണ്ട് പോകരുത്. ഒരു പ്രസംഗം നീ 1 മണിക്കൂർ പ്രസംഗിക്കുന്നെങ്കിൽ ദിനകരണങ്ങളൊക്കെ പറയുന്നത് പോലെ ദിനകരണങ്ങൾ 1 മണിക്കൂർ പ്രസംഗിക്കുന്നെങ്കിൽ 8 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു, 2-3 ദിവസം ഒരുമിച്ച് ഇരിക്കുമെന്നാണ് ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതുപോലൊക്കെ വേല ചെയ്യുന്നത് നല്ലതാണ്. അതൊക്കെയാണ് ഒറിജിനൽ വേല. മണിക്കൂറുകൾ പ്രാർത്ഥിച്ച ശേഷം ഒരു മെസ്സേജുമായിട്ടൊക്കെ പോകുന്ന ട്രൂ വേലക്കാർ എഴുന്നേക്കണം. ഇനി എല്ലാ മേഖലയിലും നമുക്ക് വിശ്വസ്തത പുലർത്താം. ഇൻ്റഗ്രിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ട്രൂ ജനറേഷൻസിനെ വളർത്താം. എൻ്റെ കേൾവിക്കാരിതയും അതിനൊരുക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത ദിവസം അടുത്ത ഒരു ഇൻഫ്ലുവൻസിങ് മൗണ്ടനുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതുവരെ കർത്താവ് നിങ്ങളെല്ലാവരെയും തൻ്റെ കൃപയിൽ മറക്കട്ടെ. എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.